ായി ദീന് മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുന്നവരായി, സംഘടിപ്പിക്കുന്നവരായി, ദഅവത്ത് ചെയ്യുന്നവരായിട്ടൊക്കെ നടക്കും. വീട്ടിലെത്തിയാൽ ദീനിന്റെ അടയാളങ്ങൾ കുറഞ്ഞു പോകും. അവിടെ ഹറാമുണ്ടാവും, മ്യൂസിക് ഉണ്ടാവും, സിനിമ ഉണ്ടാവും, സീരിയൽ ഉണ്ടാവും, ഗീബത്ത് ഉണ്ടാവും, നമീമത്ത് ഉണ്ടാവും, അനുസരണക്കേടുണ്ടാവും, ഭർത്താവിനോട് വെറുപ്പ് കാണിക്കും, ഭാര്യയോട് പുച്ഛം കാണിക്കും, മക്കളെ അവഗണിക്കും, ഉമ്മാനെ അനാദരിക്കും. ഇതൊക്കെ നമ്മുടെ വീടുകളിൽ നടക്കുന്നുണ്ട്. കുടുംബത്തിലാണ് നമ്മൾ ആദ്യം എന്ത് ചെയ്യേണ്ടത്? നന്മകൾ കൊണ്ടുവരേണ്ടത്. അതുകൊണ്ട് തന്നെ പൊതു മുസ്ലിങ്ങൾ പാലിക്കേണ്ട എല്ലാ കാര്യങ്ങളും കുടുംബത്തിലെ അദബുകളിൽ ഉൾപ്പെടും. എന്നാൽ കുടുംബത്തെ പ്രതിനിധീകരിച്ചുകൊണ്ട് പ്രത്യേകമായി പഠിപ്പിക്കപ്പെട്ടു. അപ്പൊ നേരത്തെ എനിക്ക് ഓതാൻ കിട്ടാത്ത ആയത്തനങ്ങൾ നോക്കി, അതിലെന്താണെന്നറിയോ? വത്തഖുല്ലാഹ് അല്ലദീ തസാഅലൂന ബിഹി വൽ അർഹാം ഇന്നല്ലാഹ കാന അലൈക്കും റഖീബാ. നിങ്ങൾ പരസ്പരം ചോദിച്ചുകൊണ്ടിരിക്കുന്ന അള്ളാഹുവിനെ പറ്റിയാണല്ലോ നിങ്ങൾ കാര്യമായിട്ട് ചർച്ച ചെയ്യുന്നത്. അവനെ നിങ്ങൾ സൂക്ഷിക്കണം. തൊട്ടുടനെ അള്ളാഹിനെ സൂക്ഷിക്കണം എന്ന് പറഞ്ഞ കൂട്ടത്തിൽ പറയാ വൽ അർഹാം, കുടുംബ ബന്ധങ്ങളെയും സൂക്ഷിക്കണം. ഈ ആയത്ത് ഓതാതെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു ഖുത്ബയും നടത്തിയിട്ടില്ല, ഖുത്ബത്തുൽ ഹാജയും നടത്തിയിട്ടില്ല. എല്ലായിടത്തും പറയും വത്തഖുൽ അർഹാം, നിങ്ങൾ എന്ത് ചെയ്യണം? വത്തഖുല്ലാഹ അല്ലദീ തസാഅലൂന ബിഹി വൽ അർഹാം, അള്ളാഹുവിനെയും സൂക്ഷിക്കണം, കുടുംബ ബന്ധങ്ങളെയും സൂക്ഷിക്കണം. അപ്പൊ അള്ളാഹുവിന്റെ വളരെ നിർണായകമായ ഒരു നിർദ്ദേശമാണ് കുടുംബ ബന്ധങ്ങളെ സൂക്ഷിക്കണം. പക്ഷേ ഖേദകരമെന്ന് പറയട്ടെ, ഭൂരിപക്ഷം ആളുകളും കുടുംബ ബന്ധം ഒട്ടും സൂക്ഷിക്കാതെയാണ്. ഒരു ഫോൺ വാങ്ങി നമ്മളൊരു കവറിടും, അത് ഫോണിന് സൂക്ഷിക്കാൻ വേണ്ടിയിട്ടാണ്. ഈ കവറിടാൻ കാണിക്കുന്ന ശുഷ്കാന്തി പോലും കുടുംബ ബന്ധങ്ങൾ നിലനിർത്താൻ വേണ്ടി പലരും കാണിക്കാറില്ല. 2, 3, 4, 5 കൊല്ലം സ്വന്തം വാപ്പാനോട് വർത്താനം പറയാത്ത ആൾക്കാർ നമ്മുടെ നാട്ടിലുണ്ട്. പരസ്പരം മിണ്ടാത്ത ഭാര്യാഭർത്താക്കന്മാർ നമ്മുടെ നാട്ടിലുണ്ട്. മക്കളുടെ വീട്ടിലേക്ക് ഇന്ന് വരെ തിരിഞ്ഞു നോക്കാത്തവർ നമ്മുടെ നാട്ടിലുണ്ട്. മക്കളെക്കുറിച്ച് വളരെ മോശമായി സംസാരിക്കേണ്ട അവസ്ഥയിലുള്ള പല മാതാപിതാക്കളും നമ്മുടെ നാട്ടിലുണ്ട്. എന്തുകൊണ്ടാണ്? അള്ളാഹു പറഞ്ഞു സൂക്ഷിക്കണം, നമ്മൾ സൂക്ഷിക്കാൻ തയ്യാറല്ല. നമ്മളത് ക്രമേണ വെറുതെ ശരിയായിക്കൊള്ളുന്നില്ല. കുടുംബബന്ധം വെറുതെ ശരിയാവില്ല, അല്ലേ? നമ്മളൊരു കുടുംബം, ആ ബന്ധം ആരംഭിക്കുന്നത് കല്യാണത്തിലൂടെയാണ്. കല്യാണത്തിൻ്റെയൊക്കെ ആദ്യത്തെ ദിവസങ്ങളും അന്വേഷണങ്ങളും ആലോചനകളും നിശ്ചയങ്ങളൊക്കെ എത്ര സന്തോഷമാണ്, അല്ലേ? കല്യാണത്തിൻ്റെ ആ ദിവസം എത്ര ആഹ്ലാദപൂർണ്ണമാണ്. ആദ്യത്തെ ആഴ്ചകൾ, സൽക്കാരങ്ങൾ, എന്തൊരു സന്തോഷമാണ്. പിന്നെ 2 കൊല്ലം കഴിഞ്ഞ് അവരെ കാണുമ്പോൾ അങ്ങോട്ട് മിണ്ടുന്നില്ല, ഇവിടെ തെറ്റുന്നില്ല, ഓളോളെ വീട്ടിലാണ്, ഇപ്പം 2 പ്രാവശ്യം കൊണ്ടേയാക്കുന്നു, 1ാമത്തെ തലാക്ക് ചെല്ലി, അങ്ങനെയാണ് ഇങ്ങനെയാണ്. എത്ര പെട്ടെന്ന് ആളുകൾ പിന്നെ ഭയങ്കര വലിയ ശത്രുക്കളാണ്. കിടപ്പറ പങ്കിട്ടു ഒരുമിച്ച് ജീവിച്ചിരുന്ന ആളുകൾ എങ്ങനെ ഒരു കുറഞ്ഞ ദിവസങ്ങൾ കൊണ്ട് കൊടിയ ശത്രുക്കളായി മാറി. ശത്രുക്കളോട് പോലും ഇത്രയും വെറുപ്പില്ലാത്ത വിധം എന്താണ്, ഇനി പിണങ്ങിപ്പിരിഞ്ഞ് പോവുകയാണെങ്കിലും വലിയ ശത്രുക്കളോട്, നമ്മളോട് ഗുണ്ടായുസം കാണിക്കുന്നവരോട് പെരുമാറുന്നത് പോലെ പിണങ്ങിപ്പിരിയുന്ന ഭാര്യമാരുടെ കുടുംബം ഭർത്താക്കന്മാരുടെ കുടുംബത്തോടും, ഭർത്താക്കന്മാരുടെ കുടുംബം ഭാര്യമാരുടെ കുടുംബത്തോടൊക്കെ പെരുമാറുന്ന കലഹങ്ങൾ, ഇതൊന്നും ഒറ്റപ്പെട്ട സംഭവങ്ങളല്ല. ഇതൊക്കെ ഏതാണ്ട് എല്ലാ വീടുകളിലും എന്താണ്, ചെറുതും വലുതുമായ രൂപത്തിലുള്ള, അള്ളാഹു കാത്തുരക്ഷിക്കുമാറാവട്ടെ. സലഫികൾ ഈ ജാതി കെണിയിലൊന്നും പോയി വീഴാൻ പാടില്ല. അത് നമ്മൾ പഠിക്കണം, നമ്മൾ സൂക്ഷിക്കണം, ശ്രദ്ധ വേണം. സ്വന്തം ഭാര്യയോടാണെങ്കിലും കുറേ കാര്യം ശ്രദ്ധിക്കാനുണ്ട്. ഭർത്താക്കന്മാരോടാണെങ്കിലും എന്താണ്, വർത്തമാനത്തിൽ ശ്രദ്ധിക്കാണ്ട്, പെരുമാറ്റത്തിൽ ശ്രദ്ധിക്കാനുണ്ട്. ഇത് എൻ്റെ ഭർത്താവാണെന്ന് വെച്ചാൽ എങ്ങനെയെന്നല്ല. അതാണ് ആകെ പ്രശ്നങ്ങൾ ഉണ്ടാക്കി തീർക്കുന്നത്. മാത്രമല്ല, ലോകത്ത് ഏറ്റവും കൂടുതലുണ്ടാകുന്ന തിന്മ കുടുംബ ബന്ധങ്ങളിലെ ശിഥിലീകരണമാണ്. ഒറ്റ ഹദീസ് പഠിച്ചാൽ മതി. സ്വഹീഹ് മുസ്ലിമുള്ള ഹദീസ് എല്ലാവർക്കും അറിയാം. ശൈത്താൻ സമുദ്രരാശിയിലുള്ള ഒരു സിംഹാസനത്തിലാണ് ഇരിക്കുന്നത് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. ഷെയ്ത്താൻ സമുദ്രത്തിലുള്ള ഒരു സിംഹാസനത്തിലിരിക്കും. അവിടെ നിന്നാണ് മൂപ്പരുടെ എല്ലാ ഓപ്പറേഷനുകളും കൺട്രോൾ ചെയ്യുന്ന അവിടെ വെച്ചിട്ടാണ്. ഒരു ദിവസം നേരം പുലരുമ്പം, ജീവിതം ആരംഭിക്കുമ്പോൾ ഷെയ്ത്താൻ അവന്റെ ശരീഅത്തുകളെ, സറായ, എല്ലാ സൈന്യങ്ങളെയും വിളിച്ചു കൂട്ടും. ഷെയ്ത്താൻ അതിവേഗത്തിൽ സഞ്ചരിക്കുന്ന ആളുകളാണ് ഷെയ്ത്താന്റെ പട്ടാളക്കാർ. അവരെല്ലാവരും ഇബ്ലീസിന്റെ ആ സിംഹാസനത്തിന് ചുറ്റും ഒരുമിച്ച് കൂടിയിട്ട് നാട് നീളെയുള്ള മനുഷ്യരെ നരകത്തിലേക്ക് ആക്കാനുള്ള പണി ഏൽപ്പിച്ച് ഇബ്ലീസ് വിടും. എല്ലാവരും പണിയെടുക്കും. ചിലരെ ജാറത്തിലേക്ക് പറഞ്ഞേക്കും, ചിലരെ കള്ളുഷാപ്പിലേക്ക് പറഞ്ഞേക്കും, ചിലരെ ഈബത്ത് വരാൻ പറഞ്ഞേക്കും. എന്തെങ്കിലുമൊക്കെ വലുതും ചെറുതുമായ ശിർക്കും കുഫറും ഹറാമും ഒന്നുമില്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഫിസ്ക്, ഒരു അധർമ്മമെങ്കിലും ചെയ്യിച്ചിട്ടേ ശൈത്താൻ വിടുള്ളൂ. അങ്ങനെ നമ്മുടെ കരീനുമായി ബന്ധപ്പെട്ട് നമ്മളെ കൊണ്ട് തിന്മ ചെയ്യിക്കാൻ നേരം പുലരുന്നതിന്, നമ്മൾ ഉണർന്നെണീക്കുമ്പോൾ തന്നെ ഹറാമിനെ പറ്റി ആലോചിക്കുകയും ബാധ്യതകൾ മറക്കുകയും ചെയ്യണം. സുബൈഖിന്റെ പള്ളിയിൽ പോയത് അതൊക്കെ ചെയ്യിക്കാൻ വേണ്ടിയിട്ട് ഇബ്ലീസിന്റെ പട്ടാളക്കാർ പണിയെടുക്കുന്നു. അങ്ങനെ അവർ നാട് നീളെ, ലോകം മുഴുവൻ ഒരു മനുഷ്യനെ അവർ വിടൂല.
കാഫറുകൾ മുനാഫിക്കുകൾ അവരുടെ കാര്യത്തിലൊക്കെ ഏതായാലും തിന്മയുടെ വഴി ഉറപ്പിച്ചാൽ മാത്രം മതി, അവർക്ക് കാര്യമായ പണിയൊന്നുമില്ല. മുഅ്മിനീങ്ങളുടെ കാര്യത്തിൽ, പ്രത്യേകിച്ച് മുവഹിദുകളുടെ കാര്യത്തിലാണ് അവർക്ക് കാതലായ പണിയെടുക്കേണ്ടത്. ചിലപ്പോൾ ശിർക്കിലേക്കൊന്നും കൊണ്ടുപോകാൻ കഴിയില്ല. അപ്പോൾ വേറെ വേറെ ചില കാര്യങ്ങളിലേക്ക് റിയാ, അതുപോലെ ലോകമാന്യം കാണിക്കുക, അതേപോലെ തന്നെ സാമ്പത്തികമായി എന്തെങ്കിലും ഒരു ഭ്രമമുണ്ടാവുക, അതല്ലെങ്കിൽ വല്ല മറ്റേതെങ്കിലും തിന്മകൾ, അങ്ങനെ പോയിട്ട് പിന്നെ കള്ളുടിക്കാൻ ശിർക്ക് ചെയ്യാൻ ഒരുങ്ങുന്നില്ലെങ്കിൽ മദ്യപാനത്തിലേക്കോ ലഹരിയിലേക്കോ വ്യഭിചാരത്തിലേക്കോ ചൂതാട്ടത്തിലേക്കോ അങ്ങനെ ഹറാമായ ഏതെങ്കിലും, ഒന്നുമില്ലെങ്കിൽ സംഗീതം, പിന്നെ ഡാൻസ്, പാട്ട്, സിനിമ, സീരി, ഇങ്ങനത്തിലൊക്കെ കൊണ്ടുപോയിട്ട് എന്ത് ചെയ്യും? മനുഷ്യനെ കൊണ്ടുപോയിട്ട് തള്ളിയിടും. ഇത് വീഴാനാണെങ്കിൽ ഇഷ്ടം പോലുള്ള സങ്കേതങ്ങൾ ഇവിടെ ഉണ്ട്. നല്ല തഖ്വയും നരകം സത്യമാണ് എന്ന തിരിച്ചറിവും അടുത്ത നിമിഷം മരിക്കാനിടയുണ്ട് എന്ന ബോധ്യവും മാത്രമേ നമ്മൾ അതിൽ നിന്നൊക്കെ പിന്തിരിപ്പിക്കുള്ളൂ. അത് നമ്മൾ സൂക്ഷിക്കണം. അങ്ങനെ ഈ ഇബ്ലീസിന്റെ പട്ടാളക്കാര് നാടുനീളെ പണിയെടുത്ത് തിരിച്ചു വന്നതിന് ശേഷം എല്ലാവരും റിപ്പോർട്ട് കൊടുക്കും. ചുരുങ്ങിയ സെക്കൻഡുകൾ മതി. എന്താ ചെയ്തത്? എല്ലാവരും പറയും, ഞങ്ങൾ ഇവൻ അങ്ങോട്ട് വിട്ടു, മറ്റവൻ അങ്ങോട്ട് വിട്ടു, അവൻ അത് ചെയ്യും, ഇവരെ പ്രശ്നം ഉണ്ടാവും. അതിലൊരുത്തം വന്നിട്ട് പറയും, നല്ല ഇണക്കത്ത് പോകുന്ന ഒരു ഭാര്യയും ഭർത്താവുണ്ട്, അവരെ ഞാൻ തെറ്റിച്ചിട്ടുണ്ട്. ഭർത്താവിനോട് പിണങ്ങാവുന്ന ഒരു വിഷയം കിട്ടിയപ്പോൾ അത് ഞാൻ അവൾക്ക് കുത്തിവെച്ചു കൊടുത്തിട്ടുണ്ട്. അതുപോലെ ഭാര്യയോട് മോശമായ സ്വഭാവം കാണിക്കാനുള്ള ഒരു വിഷയം കിട്ടിയപ്പോൾ അത് ഞാൻ ഭർത്താവിൻ്റെ മനസ്സിലും ഇട്ടു കൊടുത്തിട്ടുണ്ട്. അന്ന് അവിടെ നല്ല കലഹമായിരിക്കും. അയാളെ അടുപ്പിച്ചിട്ടാണ് ഇബ്ലീസ് പറയുന്നത്, നിഅമ അൻത, നീ കൊള്ളാം. അപ്പൊ ഏറ്റവും കൂടുതൽ ഒരു ദിവസം നടക്കുന്ന തിന്മ ഭാര്യ ഭർത്താക്കന്മാർ തമ്മിലുണ്ടാകുന്ന, അത് നമ്മുടെ കുടുംബങ്ങളിൽ വന്നാൽ ഇബ്ലീസാണ്. അപ്പൊ എൻ്റെ ഭാര്യ എന്നോട് മോശമായിട്ട് പെരുമാറുകയോ വർത്തമാനം പറയുകയോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഇടപാടുകൾ കാണിക്കുകയോ ചെയ്യുമ്പം അവൾ എന്നോട് നേരിട്ട് മോശമായി പെരുമാറുകയല്ല, അവൾ എന്നോട് മോശമായി പെരുമാറാൻ രാവിലെ ഒരു പണി അവിടെ നടന്നിട്ടുണ്ട്. അയാളെ ഒന്നാമത്തെ ശത്രുവായി കണ്ടിട്ട്, ഭാര്യ നമ്മുടെ ഭാര്യയാണല്ലോ, നമ്മുടെ മക്കളുടെ ഉമ്മയാണല്ലോ, അപ്പൊ അവരെ എങ്ങനെയെങ്കിലും അവരുടെ അനുഭാവം കാണിച്ച് അവരുടെ ആ തെറ്റിനെ മെല്ലെ തിരുത്തിയെടുക്കാനുള്ള ഒരു വിശാലതയാണ് നമുക്കുണ്ടാവേണ്ടത്. അവൾ അങ്ങനെ പെരുമാറാൻ പാടുള്ളൂ, ഞാൻ ചെലവിന് കൊടുക്കുന്നതല്ലേ എന്ന വാശിയല്ല നമുക്കുണ്ടാകേണ്ടത് എന്നുള്ളത് ശരിക്കും മനസ്സിലാക്കുക. അങ്ങനെ അതുകൊണ്ട് എങ്ങനെയാണ് ഒരു മികച്ച കുടുംബ ബന്ധത്തെ നമുക്ക് നിലനിർത്താനായിട്ട് സാധിക്കുക എന്നുള്ളതാണ്. അതാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. അപ്പൊ സൂറത്തു നിസായിലെ ആയത്തിൽ നിങ്ങൾ കുടുംബ ബന്ധങ്ങളെ സൂക്ഷിക്കണം എന്ന് പറഞ്ഞ ഉടനെ ഇന്നല്ലാഹ കാന അലൈക്കും റഖീബാ, തീർച്ചയായും അള്ളാഹു നിങ്ങളെ നിരീക്ഷിക്കുന്നവനാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. മുറാഖബ, അള്ളാഹ് എപ്പോഴും നമ്മളെ കാണും. ഈ ഒരു ബോധമാണ് കുടുംബ ബന്ധത്തിൽ ആദ്യം നമ്മൾ നിലനിർത്തേണ്ട സംഗതി. റബ്ബ് എപ്പോഴും കാണും, ഒറ്റയ്ക്കിരിക്കുമ്പോഴും കാണും, കൂട്ടത്തിലായിരിക്കുമ്പോഴും കാണും, കുടുംബത്തിലായിരിക്കുമ്പോഴും കാണും, സമൂഹത്തിലായിരിക്കുമ്പോഴും കാണും. എല്ലായ്പ്പോഴും റബ്ബ് നമ്മെ കണ്ടുകൊണ്ടിരിക്കുന്നത്. റബ്ബ് കാണുക എന്ന് പറഞ്ഞാൽ വെറുതെ ഒരു കാഴ്ചയല്ല. ഈ കാണുന്ന കാര്യങ്ങളൊക്കെ അവൻ എഴുതി വെക്കാൻ ഏൽപ്പിച്ചിട്ടുണ്ട്. ഈ എഴുതി വെച്ചതൊക്കെ നാളെ നമ്മുടെ മുന്നിൽ വരും. അതിനുശേഷം വിചാരണയുണ്ടാകും. അപ്പൊ ഇന്നല്ലാഹ കാന അലൈക്കും റഖീബ എന്ന് പറഞ്ഞാൽ വലിയ അർത്ഥമാണ്. നമ്മൾ നമ്മുടെ കുടുംബത്തോട്, ഭാര്യയോട്, ഉമ്മയോട്, ഉപ്പയോട്, മക്കളോട്, സഹോദരനോട്, സഹോദരിയോട് എങ്ങനെ നിങ്ങളുടെ ബാധ്യതകൾ നിർവഹിച്ചുവോ എന്നത് അള്ളാഹു നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ട് എന്നതാണ് കുടുംബ ബന്ധങ്ങളിൽ പാലിക്കേണ്ട മര്യാദകളിൽ ഒന്നാമത്തെ കാര്യം എന്ന് ഞാൻ ആമുഖമായി ഉണർത്തുകയാണ്. ഇനി സൂറത്തു നഹൽ 16-ാമത്തെ സൂറത്തിലെ 90-ാമത്തെ ആയത്തിൽ കാണാം, ഇന്നല്ലാഹ യഅ്മുറു ബിൽ അദ്ലി വൽ ഇഹ്സാനി വ ഈതാഇ ദിൽ ഖുർബ വയൻഹാ അനിൽ ഫഹ്ശാഇ വൽ മുൻകരി വൽ ബഗി യഇദുകും ലഅല്ലകും തദക്കറൂൻ. അള്ളാഹു കൽപ്പിക്കുന്നു, തീർച്ചയായും അള്ളാഹു കൽപ്പിക്കുന്നു, നീതി പാലിക്കണം, നന്മ ചെയ്യണം. അത് കഴിഞ്ഞാൽ നീതി പാലിക്കണം, നന്മ ചെയ്യണം. ഉടനെ പറയാണ് വ ഈതാഇ ദിൽ ഖുർബ, ബന്ധുക്കൾക്ക് നൽകണം. നമ്മൾ ബന്ധുക്കൾക്ക് നൽകുന്നതിനെ പറ്റി ആലോചിക്കലേ അല്ല. നൽകലുണ്ടായിരിക്കാം, പക്ഷെ അത് എൻ്റെ ഒരു പ്രത്യേകമായ ബാധ്യതയാണ് എന്നുള്ള നിലക്ക് പലർക്കും ബന്ധുക്കൾക്കൊന്നും കൊടുത്താൽ കൂലി തന്നെ അള്ളാഹടുത്ത് കിട്ടൂല എന്നുള്ള നിലപാടാണ്. ബന്ധുക്കൾ സാമ്പത്തികമായി ബുദ്ധിമുട്ടുന്ന ഒരു ബന്ധുവിന് കുറച്ച് അരി വാങ്ങിച്ചു കൊടുത്താൽ കുറച്ച് പൈസ കൊടുത്തു, അതിന് നമുക്ക് പ്രത്യേകിച്ച് പ്രതിഫലമൊന്നും കിട്ടില്ല, നമ്മളെ ബാധ്യതയാണല്ലോ, അതിന് കൂലിയൊന്നും ഉണ്ടാവില്ല എന്ന ധാരണയാണ് ജനങ്ങൾക്ക്. നേരെ തിരിച്ചാണ്. ലോകത്ത് ഏത് സാധുക്കൾക്ക് നമ്മൾ പണം ചെലവഴിക്കുന്നതിനേക്കാളും ഇരട്ടി കൂലി കിട്ടും സ്വന്തം സഹോദരിമാർക്ക്. വാപ്പാന്റെ സഹോദരന്മാർ, സഹോദരിമാർ, സ്വന്തം സഹോദരന്മാർ, ഉമ്മയുടെ സഹോദരിമാർ, സഹോദരന്മാർ, അവരുടെ മക്കൾ, ഇവരുടെ ആവശ്യങ്ങൾ പൂർത്തീകരിക്കാൻ വേണ്ടി അള്ളാഹു നമുക്ക് നൽകിയ സമ്പാദ്യത്തിൽ നിന്ന് ചെലവഴിച്ചാൽ പൊതുജനങ്ങൾക്ക് ചെലവഴിക്കുന്നതിൻ്റെ ഇരട്ടി പ്രതിഫലം കിട്ടും. അതിൻ്റെ ഇരട്ടി സദഖ ചെയ്ത കൂലി, കുടുംബ ബന്ധം ചേർത്തിയ കൂലി. മനസ്സിലായില്ലേ? അപ്പൊ ബന്ധം ചാർത്തലുമായി സദഖ നൽകലുമായി. അപ്പൊ നമ്മൾ സദഖ നൽകുമ്പം ആരെയാണ് ആദ്യം ശ്രദ്ധിക്കേണ്ടത്? ബന്ധുക്കളെയാണ്. അതിൽ തന്നെ ഏറ്റവും അയലത്ത് താമസിക്കുന്ന ബന്ധുക്കൾ, പാവങ്ങൾ, തൗഹീദുള്ളവർ. ഒന്നാം സ്ഥാനം കൊടുക്കേണ്ടത് തൗഹീദുള്ളവർ, അത് കഴിഞ്ഞിട്ട് മറ്റുള്ളവർ.
അപ്പൊ അങ്ങനെ സക്കാത്ത് കൊടുക്കുകയാണെങ്കിൽ തൗഹീദുള്ളവർക്ക്, അത് കുടുംബക്കാർക്കാണ് ആദ്യം സക്കാത്ത് കൊടുക്കേണ്ടത്. അത് കഴിഞ്ഞിട്ടാണ് സക്കാത്ത് സെല്ലും കമ്മിറ്റിയും മറ്റതും മറിച്ചതൊക്കെ പിന്നെയാണ്. അവർക്കൊന്നും കൊടുത്തിട്ടില്ലെങ്കിൽ നമ്മൾ നിർബന്ധമായിട്ട് കൊടുക്കേണ്ട ആർക്കാ? ഖുർആൻ പറഞ്ഞു, നിങ്ങൾ നീതി പാലിക്കണം, ഇഹ്സാൻ നന്മ ചെയ്യണം, വഇതാഇദിൽ ഖുർബാ കുടുംബ ബന്ധമുള്ളവർക്ക് നിങ്ങൾ നൽകണം. പിന്നെ പറയാണ് വയൻഹാ അനിൽ ഫഹ്ശാഇ വൽ മുൻകർ, അവൻ അധർമ്മവും തിന്മയും, അതായത് വാക്കുകൊണ്ടും മോശമായ കാര്യങ്ങളില്ല, പ്രവർത്തനം കൊണ്ടും മോശമായ കാര്യങ്ങളില്ല, അതൊക്കെ അവൻ തടയും, തിന്മകളെ തടയും. വൽ ബഗയ അതിരുവിടുന്നതിനെയും തടയും. യഇദുക്കും അള്ളാഹു നിങ്ങൾക്ക് ഉപദേശം നൽകുകയാണ്, ലഅല്ലക്കും തദക്കറൂൻ നിങ്ങൾ ചിന്തിക്കുന്നതിനു വേണ്ടി എന്നാണ്. ഇനി സൂറത്ത് മുഹമ്മദ് 47-ാമത്തെ സൂറത്ത് 22-23 ആയത്തിൽ വീണ്ടും പറയാണ് എന്ത്? ഫഹലാസൈതും ഇൻ തവല്ലൈതും അൻ തുഫ്സിദൂ ഫിൽ അർളി വതുഖത്തിഉ അർഹാമക്കും. ഒരുപക്ഷെ നിങ്ങൾക്ക് വല്ല ആധിപത്യവും സൗകര്യങ്ങളും അള്ളാഹു നൽകിക്കഴിഞ്ഞാൽ നിങ്ങൾ ഭൂമിയിൽ കുഴപ്പമുണ്ടാക്കുകയും കുടുംബ ബന്ധങ്ങൾ മുറിച്ചു കളയുകയും ചെയ്യും. അള്ളാഹു ചിലർക്ക് ചില സ്വാധീനങ്ങൾ കൊടുക്കും, അധികാരം, പൈസ, അങ്ങനെ മറ്റുള്ളവർ നമ്മൾ പറഞ്ഞാൽ കേൾക്കുന്ന ഒരവസ്ഥ. ചിലപ്പോൾ രാജ്യത്തെ ഭരണാധികാരിയായിരിക്കും, ചിലപ്പോൾ കുടുംബത്തിലെ ഭരണാധികാരിയായിരിക്കും. അങ്ങനെ എങ്ങനെയാണെങ്കിലും മറ്റുള്ളവർക്കുമേൽ സ്വാധീനം ചെലുത്താനുള്ള ഒരു കഴിവ് നമുക്ക് നൽകിക്കഴിഞ്ഞാൽ ആ കഴിവ് ഉപയോഗപ്പെടുത്തി കുഴപ്പങ്ങൾ ഉണ്ടാക്കുന്നവരാണ്, ഗുണം ചെയ്യുന്നവരല്ല നാട്ടിലെ ഭൂരിപക്ഷം. അധികാരം കിട്ടുന്ന ഭൂരിപക്ഷം എന്താണ്? അവര് കള്ളത്തരങ്ങളും അഴിമതിയും സ്വജനപക്ഷപാതവും തോന്നിവാസങ്ങളും അതിക്രമങ്ങളും ശത്രുക്കളെ നിർമൂലനം ചെയ്യലും ഇതൊക്കെയാണ് പലപ്പോഴും ചെയ്യാറുള്ളത്. നമ്മൾ ശരിക്കും മനസ്സിലാക്കണം. അത് കുടുംബത്തിലൊരു നാഥനാണെങ്കിലും അയാൾക്കൊരു സമ്പാദ്യമൊക്കെ ഉണ്ടായി അയാളെ ചിലവരാണ് എല്ലാവരും ജീവിക്കുന്നെങ്കിൽ അയാൾ അഹങ്കാരം കാണിക്കും, മറ്റുള്ളവരെ അടിച്ചേൽപ്പിക്കും, അവരെ ജീവിക്കാൻ സമ്മതിക്കില്ല, മക്കളെ അവർക്ക് അള്ളാഹു അനുവദിച്ച സ്വാതന്ത്ര്യം പോലും തടഞ്ഞു കളയും. അങ്ങനെ ഒരു സ്വസ്ഥത കൊടുക്കൂല ചില കുടുംബനാഥന്മാർ. അങ്ങനല്ല, നിങ്ങൾ ഭൂമിയിൽ കുഴപ്പമുണ്ടാക്കരുത്. പിന്നെ അവർ കുടുംബബന്ധം മുറിച്ചു കളയും. അള്ളാഹു ചില സൗകര്യങ്ങൾ കൊടുത്താൽ, സാമ്പത്തികമായിട്ടോ അധികാരപരമായിട്ടോ സൗകര്യങ്ങൾ കൊടുത്താൽ അത് ഹലാലായ രൂപത്തിൽ കുടുംബങ്ങൾക്ക് അനുകൂലമാക്കല്ലേ വേണ്ടത്. ഇവന്റെ ആ സ്വാധീനം ഒരിക്കലും കുടുംബങ്ങൾക്ക് വേണ്ടി ചെലവാക്കൂല, അവർക്ക് വേണ്ടി പൈസ ചെലവാക്കൂല, നാട്ടുകാർക്ക് മുഴുവൻ കൊടുക്കും. കാരണം പേരും പെരുമയും പുറത്ത് ചെലവാക്കിയാലേ കിട്ടുള്ളൂ. കുടുംബക്കാർക്ക് ചെലവാക്കിയ പേരും പെരുമയും കിട്ടില്ല. അവൻ്റെ പെങ്ങൾക്കല്ലേ കൊടുത്തത്, അവൻ്റെ എളാമക്കല്ലേ കൊടുത്തത്, മൂത്തപ്പാക്കല്ലേ കൊടുത്തതെന്ന് പറയും. അതോ നാട്ടിലൊക്കെ ഒരാൾ ഒരു വീടുണ്ടായി കൊടുത്ത് അല്ലെങ്കിൽ മറ്റൊരു ഒരു കച്ചവടത്തിനുള്ള സൗകര്യം എടുത്താൽ ആളുകളൊക്കെ പറയാൻ എന്തൊരു ആളെന്ന്. അപ്പോൾ ആളുകൾക്ക് അങ്ങോട്ടാ പോവുക. പക്ഷെ നമ്മൾ ആദ്യം പോകേണ്ടത് അങ്ങോട്ടാ. കുടുംബ ബന്ധങ്ങളിൽ നമ്മൾ പാലിക്കേണ്ട അദബുകളിൽ നമ്മൾ ഏറ്റവും പ്രധാനമായി സൂക്ഷിക്കേണ്ട ഒരു സംഗതിയാണ് കുടുംബ ബന്ധം മുറിച്ചു കളയരുത്. തുഖത്തിഉ അർഹാമക്കും. നിങ്ങൾക്കറിയാമോ, കുടുംബ ബന്ധം എന്നുള്ളതിന് അറബിയിൽ പറയുന്ന പേര് റഹിം എന്നാണ്. അള്ളാഹു എല്ലാ സൃഷ്ടികളെയും സൃഷ്ടിച്ചു കഴിഞ്ഞതിന് ശേഷം, കുടുംബബന്ധത്തെയും സൃഷ്ടിച്ചതിന് ശേഷം കുടുംബബന്ധം അള്ളാഹുവിൻ്റെ മുന്നിൽ എഴുന്നേറ്റ് നിന്നു. എന്നിട്ട് എനിക്ക് വേണ്ടി പ്രത്യേകമായി റബ്ബിന്റെ അരികിൽ നിന്ന് വല്ലതും ലഭിക്കണമെന്ന് ആവശ്യപ്പെട്ടു. അപ്പൊ അള്ളാഹു പറയാണ്, നിനക്ക് ഞാൻ ഇട്ടിരിക്കുന്ന പേര് എന്റെ നാമത്തിൽ നിന്ന് നിഷ്പന്നമായ ഒരു പേരാണ്. അള്ളാഹുവിന് റഹ്മാൻ എന്നൊരു പേരുണ്ട്. കുടുംബബന്ധങ്ങളിൽ റഹിം എന്നാ പറയാം. എന്റെ പേരിൽ നിന്നാണ് ഞാൻ കുടുംബബന്ധത്തിന് പേരിട്ടത്. അതെന്നെ പോരെ, അറശിലാണത് തൂങ്ങിക്കിടക്കുന്നത്. ആർ കുടുംബബന്ധം ചേർക്കുന്നുവോ അവൻ ഞാനുമായി ബന്ധം ചേർത്തു. ആരൊരാൾ കുടുംബബന്ധം മുറിച്ചു കളയുന്നുവോ അവൻ ഞാനുമായി ബന്ധം മുറിച്ചു. അപ്പോൾ നമ്മുടെ മാതാപിതാക്കളുമായും നമ്മുടെ മക്കളുമായും നമ്മുടെ സഹോദരങ്ങളുമായും നമ്മുടെ പ്രിയപ്പെട്ടവരുമായും നാം അടുത്ത ഹൃദ്യമായ ബന്ധം നിലനിർത്തിയാൽ മാത്രമാണ് നമ്മൾ അള്ളാഹുവുമായി ബന്ധം നിലനിർത്തുന്നവരാവുകയുള്ളൂ. കുടുംബബന്ധം മുറിക്കുന്നവൻ അള്ളാഹുവുമായുള്ള ബന്ധം മുറിക്കുന്നവനാണ് എന്ന് കൃത്യമായി പറഞ്ഞു. ആരെങ്കിലും തൻ്റെ ആയുസ് ദീർഘിച്ചു കിട്ടണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അവൻ കുടുംബബന്ധം ചേർത്തുകൊള്ളട്ടെ. ഫൽ യസിൽ റഹിമഹു എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രത്യേകമായി പഠിപ്പിച്ചിട്ടുണ്ട്. ദുനിയാവിൽ തന്നെ നമുക്ക് അള്ളാഹു ആയുസ് നീട്ടിത്തരും. കുടുംബബന്ധം ചേർക്കുന്നവർക്കാണ് അള്ളാഹു ആയുസ് നീട്ടിത്തരാം. കുടുംബങ്ങളായിട്ട് ഇങ്ങനെ അകന്നിങ്ങനെ ചുരുങ്ങി ഞാൻ മാത്രം, ഞാനുണ്ട്, ആ ഒരു അവസ്ഥയിലേക്കാണ് ആളുകൾ. ഇന്ന് പ്രത്യേകിച്ചും ഈ സോഷ്യൽ മീഡിയയുടെ കാലത്ത് നേരിട്ടുള്ള സന്ദർശനങ്ങൾ കുറഞ്ഞുപോയി. ഏറ്റവും അടുത്ത ബന്ധു അധികം ദൂരമൊന്നും അല്ലാതെ അസുഖമായി കിടപ്പിലായാലും നമ്മൾ ചിലപ്പോൾ അറിയില്ല, അറിഞ്ഞാൽ നമ്മൾ സന്ദർശിക്കൂല. മനസ്സിലായി? രണ്ടാമതോ മൂന്നാമതോ ഒക്കെ ആ അസുഖമായി കിടക്കുമ്പോഴാണ് ആദ്യത്തെ അസുഖത്തിൻ്റെ അവർ അന്വേഷിക്കാൻ ചില ആൾക്കാർ പോവുക. അത്രമാത്രം നമ്മൾ വിചാരിച്ച് ഇന്ന് കോണ്ടാക്ട് ചെയ്യാനുള്ള അവസരങ്ങൾ കൂടുതലാണ്, പക്ഷെ കോണ്ടാക്ട് കുറവാണ്, അവസരങ്ങളേ ഉള്ളൂ. ബന്ധങ്ങൾ നമ്മൾ ആസ്വദിക്കാൻ വേണ്ടി എല്ലാ മീഡിയകളും ഉപയോഗിക്കുമെന്നല്ലാതെ ബന്ധങ്ങൾ ചേർക്കാൻ വേണ്ടിയൊക്കെ ഈ സോഷ്യൽ മീഡിയ അടക്കം ഉപയോഗിക്കുന്നവർ വളരെ കുറവാണ്. സോഷ്യൽ മീഡിയയോട് ബന്ധപ്പെടണമല്ല, നേരിട്ട് തന്നെയാണ് ബന്ധപ്പെടേണ്ടത്. പക്ഷേ അതെങ്കിലും ഉപയോഗിക്കേണ്ടതാണ്. ഒരു ഫോൺ വിളിക്കാൻ ഒരു മിനിറ്റ് മതി. ഇന്നൊക്കെ ഫോൺ ഫ്രീ ആണ്, വിളിച്ചാൽ പ്രത്യേകിച്ച് പൈസ ഒന്നും കൊടുക്കണ്ട. എന്നാൽ പോലും നമ്മൾ ബന്ധം ചേർക്കാൻ വേണ്ടി ഒരു ഫോൺ ചെയ്യൽ എപ്പോഴാണ്? അതിന് നമ്മൾ സമയം കണ്ടെത്തണം, ബന്ധം ചേർക്കണം.
നേരെ മറിച്ച് നിങ്ങൾക്ക് അള്ളാഹു ഒരു സൗകര്യം തന്നു കഴിഞ്ഞാൽ നിങ്ങൾ ഭൂമിയിൽ കുഴപ്പമുണ്ടാക്കുകയും തുഖത്തിയു അർഹാമക്കും കുടുംബ ബന്ധങ്ങൾ മുറിച്ചു കളയുകയുമാണോ ചെയ്യുന്നത്? അങ്ങനെ ചെയ്താൽ ഉലൈകല്ലദീന ലഅനഹുമുല്ലാഹ്, അള്ളാഹു അവരെ ശപിച്ചിരിക്കുന്നു. ഫഅസമ്മഹും വഅഅമാ അബ്സാറഹും, അവരെ കാത് കേൾക്കാത്തവരും അതേപോലെ തന്നെ കണ്ണുകൾ കാണാത്തവരുമാക്കിയിരിക്കുന്നു. പരലോകത്ത് എന്നാൽ അവർക്കുണ്ടാകുന്ന അവസ്ഥ അതാണ്. അവർ കാത് കേൾക്കാത്തവരും കണ്ണുകൾ കാണാത്തവരുമായി, ബധിരരും അതേപോലെ തന്നെ അന്ധരുമായി അവരെ മാറ്റിത്തീർത്തിരിക്കുന്നു. കുടുംബബന്ധം മുറിച്ചു കളയുന്ന ആളുകളുടെ ദുർഗതിയാണ് സൂറത്ത് മുഹമ്മദിലെ 22-23 ആയത്തുകൾ കാണുന്നത്. ഇനി സത്യവിശ്വാസികളെ കുറിച്ച് പൊതുവായി നൽകുന്ന ഒരു കൽപ്പന ഞാൻ പറഞ്ഞു, ഇത് കുടുംബാംഗങ്ങൾക്കിടയിലാണ് ആദ്യം കൊണ്ടുവരേണ്ടത്. എന്താ? സൂറത്ത് തൗബ 9-ാമത്തെ സൂറത്ത് 71-ാമത്തെ ആയത്ത്, വൽ മുഅ്മിനൂന വൽ മുഅ്മിനാത്തു ബഅദുഹും ഔലിയാഉ ബഅദ്, സത്യവിശ്വാസികൾ പരസ്പരം മിത്രങ്ങളാണ്. മിത്രം എന്ന് പറഞ്ഞാൽ നല്ല ഇണക്കം. നമ്മൾ ഏറ്റവും നല്ല ഇണക്കത്തിൽ നിൽക്കേണ്ട ആരാണ്? സത്യവിശ്വാസികൾ. വീട്ടിലുള്ളവർ. നമ്മൾ ഏറ്റവും കൂടുതൽ പിണക്കവും ബഹളം വെക്കലും ചീത്ത പറയും, 24 മണിക്കൂറും ചീത്ത പറഞ്ഞുകൊണ്ടും ഇഷ്ടപ്പെടാതെയും, മക്കൾക്ക് വാപ്പാനെ മനസ്സിൽ എപ്പോഴും ചീത്ത പറയും, ബാപ്പാക്കും മകൻ മക്കളെ ഇഷ്ടമല്ല, അനുസരിക്കൂല. ഇങ്ങനെ ഒരു പരസ്പര ഇണക്കവും ബന്ധവും ഇല്ലാതെയാണ് പല കുടുംബാംഗങ്ങളും ഉള്ളത്. അതല്ല, എല്ലാവരും ഔലിയാ ഉബാൾ, ബഅദുഹും ഔലിയാ ഉബാൾ. നമ്മൾ പരസ്പരം വലിയകളാണ് എന്ന് പറഞ്ഞാൽ മുഹിബ്ബാണ്, സ്നേഹിക്കുന്നവരാണ്, പരസ്പരം ബന്ധുക്കളാണ്, പരസ്പരം ബന്ധമുള്ളവരാണ്, പരസ്പരം സ്നേഹമുള്ളവരാണ്, പരസ്പരം ഒത്താശകൾ ചെയ്യുന്നവരാണ്. അതാണ് വലിയ ഔലിയ എന്ന് പറഞ്ഞാൽ. യഅ്മുറൂന ബിൽ മഅറൂഫ്, നല്ല കാര്യങ്ങൾ നമ്മൾ കൽപ്പിക്കണം. വയൻഹൗന അനിൽ മുൻകർ, മോശമായത് വിലക്കണം. പ്രിയപ്പെട്ടവരിലെ നല്ല കാര്യങ്ങളാണ് നമ്മൾ ഓർമ്മിപ്പിക്കേണ്ടത്. അവർ തെറ്റായ കാര്യങ്ങൾ ചെയ്യുമ്പോൾ നമ്മൾ തടയണം. ഏറ്റവും കുടുംബത്തിലാണ് അത് ആദ്യം നടപ്പാക്കേണ്ടത്. ഇത് മക്കൾ തെറ്റ് ചെയ്യാണ്, സുബൈക്ക് എണീക്കാതെ കിടന്നാൽ അത് സാരല്ല, നല്ല രാത്രി വൈകി കിടന്നോട്ടെ എന്ന് വിചാരിക്കും. നമ്മളല്ലല്ലോ സുബൈൻ്റെ കാര്യത്തിൽ തീരുമാനം എടുക്കുക, അള്ളാഹു അല്ലേ. അള്ളാഹു പ്രായപൂർത്തി എത്തിയിട്ട് സുബൈക്ക് പോകാത്തവർ അവൻ്റെ ഉത്തരവാദിത്തത്തിൽ നിന്ന് ഒഴിവായി നടന്നത്. ആരെങ്കിലും മൻ സ്വല്ലാ സ്വലാത്തൽ ഫജ്രി, ആരെങ്കിലും ഫജ്ർ നിസ്കാരം ആൽ ഇമാമി, ഇമാമിന്റെ കൂടെ നിസ്കരിച്ചാൽ ഫഹുവ ഫീ ദിമ്മത്തില്ല, അവൻ അള്ളാഹുവിന്റെ ജാമ്യത്തിലാണ്. അപ്പൊ അള്ളാഹുവിന്റെ ജാമ്യത്തിലാണെങ്കിൽ അവൻ സുബഹ് നിസ്കാരം ജമാഅത്തായിട്ട് നിർവഹിക്കണം. നമ്മുടെ മകൻ അല്ലെങ്കിൽ മകൾ അല്ലെങ്കിൽ ഭർത്താവ് അല്ലെങ്കിൽ ഭാര്യ സുബഹി നേരത്തെ നിസ്കരിക്കാതെ കിടന്നുറങ്ങിയാൽ അള്ളാഹുവിന്റെ ജാമ്യം പോയില്ലേ. അപ്പൊ ആ തിന്മ തടയേണ്ടതാരാ? അപ്പൊ നമ്മൾ നമ്മുടെ വീട്ടിൽ നടക്കുന്ന തിന്മകൾ ആദ്യം ചെയ്യണം, തടയണം. അതുപോലെ മ്യൂസിക് ആസ്വദിക്കുന്ന കുട്ടികളാരെങ്കിലും അല്ലെങ്കിൽ മുതിർന്നവരാരെങ്കിലും, അത് ഹറാമാണ്, തെളിവുകൾ പഠിപ്പിച്ചു കൊടുക്കണം, എന്നിട്ട് തടയണം. ചിലപ്പോൾ അവർക്ക് അറിയുമായിരിക്കും, ഒരു ആസ്വാദനത്തിന് വേണ്ടി അവരതിൻ്റെ പിന്നാലെ പോകുന്നു. നമ്മൾ പരസ്പരം എന്ത് ചെയ്യണം? തടയണം. അപ്പൊ തിന്മകൾ തടയുന്നവരും നന്മകൾ ചെയ്യാതെ കൽപ്പിക്കുന്നവർ ഖുർആൻ ഓതാൻ പറയണം, ഫർള് നിസ്കരിക്കുന്നവർ സുന്നത്തുകൾ നിസ്കരിക്കാൻ പറയണം, മനസ്സിലായില്ലേ? ദിക്റുകൾ ചൊല്ലാൻ പറയണം, കുടുംബക്കാരെ അസുഖമായി കിടക്കുന്ന കുടുംബക്കാരെ പോയി സന്ദർശിക്കാൻ പറയണം, മനസ്സിലായില്ലേ? ഇങ്ങനെ ഈ ദീനിന്റെ കാര്യങ്ങൾ നമ്മൾ ആദ്യം കൽപ്പിക്കേണ്ടത് എവിടെയാണ്? വീട്ടിൽ. അപ്പൊ നമ്മൾ സ്വന്തം കുടുംബത്തിൽ പാലിക്കേണ്ട അദബുകളിൽ പ്രധാനപ്പെട്ട 2 കാര്യങ്ങളാണ് നന്മ കൽപ്പിക്കുക, തിന്മ വിരോധിക്കുക. നമുക്കറിയാം നല്ല കാര്യങ്ങൾ എന്തൊക്കെയാണ് നമ്മൾ മക്കളോട് പറയേണ്ടത്. വാപ്പാനെയും ഉമ്മാനെയും പല നന്മകളും നമ്മൾ ഉറപ്പെടുത്തും. ചില വാപ്പാരന്മാരും ചില നന്മകളൊക്കെ അവഗണിച്ച് കളയും, മനസ്സിലായില്ലേ? അപ്പോൾ അവരുടെ കയ്യിൽ സമ്പാദ്യം ഉണ്ടാവും. അമ്മായി വാപ്പാരെ പെങ്ങൾ ചിലപ്പോൾ എന്താണ് കഷ്ടപ്പെടായിരിക്കും. വാപ്പാനോട് പറയാലെന്ത്, അമ്മായിക്ക് നിങ്ങൾ എന്തെങ്കിലും സഹായം ചെയ്ത് കൊടുക്കി, അത് നമ്മൾ കൽപ്പിക്കുമ്പോൾ ചില വാപ്പാണ് ചെയ്യും. നമ്മൾ വാപ്പാനോട് പോയാൽ വാപ്പാക്ക് ഓർമ്മല്ലേ, വാപ്പാന്റെ പെങ്ങളല്ലേ, ഞാനിപ്പോൾ എന്തിനാ പറയുന്നത് എന്ന് വിചാരിച്ച് മാറി നിന്നാൽ എന്താണ്, അത് നടക്കൂല. ഇങ്ങനെ പരസ്പരം നന്മകൾ ഉപദേശിച്ച് പരലോകത്ത് വലിയ മുതൽക്കൂട്ടുള്ളവരായി മാറാൻ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും സഹായിക്കണം. ഭാര്യയും ഭർത്താവും സഹായിക്കണം, അല്ലേ? നിങ്ങൾ തഹജ്ജുദ് നിസ്കരിക്കാൻ പോലും റഹിമല്ലാഹു ഇംറഅൻ, അള്ളാഹു ഒരു മനുഷ്യന് കാരുണ്യം ചൊരിയട്ടെ എന്ന്. എന്താ പ്രത്യേകത? അവൻ രാത്രി എണീറ്റ് തഹജ്ജുദ് നിസ്കരിക്കും, ഉറങ്ങിക്കിടക്കുന്ന ഭാര്യയെ വിളിച്ചുണർത്തും. വിളിച്ചിട്ട് അവൾ ഉണരുന്നില്ലെങ്കിൽ അവർ വെള്ളം കുടയും, മനസ്സിലായില്ലേ? അപ്പം രാത്രി തഹജ്ജുദ് നിസ്കരിക്കാൻ ഭാര്യയെ വെള്ളം കുടഞ്ഞ് എഴുന്നേൽപ്പിക്കുന്ന ഒരു ഭർത്താവിന് അള്ളാഹുവിന്റെ കാരുണ്യമുണ്ടാകട്ടെ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പ്രാർത്ഥിച്ചു. തിരിച്ചു ഇത് തഹജ്ജുദിനെ പറ്റിയാണ്, സുന്നത്ത് നിസ്കാരത്തിനെ പറ്റിയാണത്. അപ്പൊ അതിന് സുബഹ് നിസ്കാരത്തിന് എന്തായാലും ഉണർത്തണ്ടേ? അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? പരസ്പരം നന്മകൾ പറയാൻ ഒരു മടിയുമില്ലാത്ത വീടുകളായിരിക്കണം. നല്ല കാര്യങ്ങൾ, മനസ്സിലായില്ലേ? ഇപ്പൊ ഏതെങ്കിലും ഒരാൾ ഇങ്ങനെ കുടുംബത്തിൽ ക്ലീൻ ഷേവ് ആയിട്ട് നടക്കുക, ജ്യേഷ്ഠനാനിയാണ്, സ്വന്തം നാട്ടുകാരോടൊക്കെ താടി വെക്കാൻ വേണ്ടി വാശി കാണിക്കുന്ന ആൾക്ക് സ്വന്തം വീട്ടിലെ കാക്കാനോടും അമ്മമാരോടൊക്കെ അത് പറയാൻ എന്താ മടി?
അവർക്കത് മനസ്സിലാവാത്ത ചിലപ്പോൾ നമ്മൾ ചില പണ്ഡിതന്മാരും പ്രസ്ഥാനങ്ങളൊന്നും ഇത് ലാഘവത്തോടു കൂടിയാണ് കാണുന്നത്. ചിലപ്പോൾ അറിയപ്പെട്ട വലിയ കോയന്മാരും ഗോജന്മാരും തങ്ങന്മാരൊക്കെ അങ്ങനെ ക്ലീൻ ഷേവായി നടക്കുമ്പം അതൊന്നും ഇസ്ലാമിലൊരു ബാധ്യത ഉള്ളതല്ല എന്ന് തെറ്റിദ്ധരിക്കും. അത്തരം ആളുകൾക്ക് അതുമായി ബന്ധപ്പെട്ട കിതാബുകളോ ക്ലാസ്സുകളോ ഒക്കെ നമ്മൾ കൊണ്ടുപോയി വെച്ചു കൊടുക്കണം. ഇതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മീശ ചെറുതാക്കുന്നതിനെ കുറിച്ചും താടി വളർത്തുന്നതിനെ കുറിച്ചും പറഞ്ഞത്, നെര്യാണിക്ക് താഴെ തുണി പോകുന്നതിനെ കുറിച്ച് പറഞ്ഞത്. അതേപോലെ യുവതികളായ പെൺകുട്ടികൾ അവരുടെ സൗന്ദര്യം അന്യപുരുഷന്മാരുടെ മുന്നിൽ വെളിപ്പെടുത്തുന്ന സാഹചര്യങ്ങളെ ഇസ്ലാം കർശനമായി ഹറാമാക്കിയിട്ടുണ്ട് എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ എന്ത് ചെയ്യണം? പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞു കൊടുക്കണം. നമ്മൾ പഠിക്കണം, നമ്മൾ പഠിപ്പിക്കണം. നന്മ കൽപ്പിക്കാനും തിന്മ വിരോധിക്കാനും നമ്മൾ ഇതുപോലെ സദസ്സിൽ വന്നിരിക്കൽ നിർബന്ധമാണ്. പലരും ഇതൊക്കെ പാലിക്കാത്തത് തെറ്റിയാണെന്ന് വിചാരിച്ചിട്ടൊന്നുമല്ല. ചിലർ താടി വെക്കാത്തതും നെര്യാണ്ട താഴെ തുണെടുക്കുന്നതും വലിയ കുറ്റം ചെയ്യണമെന്ന് വിചാരിച്ചിട്ടൊന്നും അല്ല. അതൊന്നും ഒരു വലിയ കുറ്റമല്ല എന്ന് വിചാരിച്ചിട്ടാണ്. അതുകൊണ്ട് നമുക്ക് അത്രമാട് വെറുപ്പ് കാണിക്കാനൊന്നും പാടില്ല. അത് കേട്ടിട്ടില്ല, അറിഞ്ഞിട്ടില്ല, എവിടെ കേൾക്കും, എങ്ങനെ കേൾക്കും? ഇങ്ങനെയുള്ള സദസ്സുകൾ നമ്മൾ വന്നിരിക്കുമ്പോൾ കേൾക്കുമ്പോൾ ഒരു ഗൗരവബോധം ഉണ്ടാവും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ താടി തൊട്ടിട്ട് പോലുമില്ല, ഒരു വെട്ടൽ, ചെറിയ വെട്ടൽ പോലും ഉണ്ടായിട്ടില്ല. സമൃദ്ധമായി തിങ്ങി നിറഞ്ഞ താടിയാണ്. സ്വഹാബികളെല്ലാവരും താടി വളർത്താത്ത ഒരു സ്വഹാബിയുമില്ല. പരലോകത്ത് ഇവരെ കൂടെ നമ്മൾ ഒരുമിച്ചിട്ടുള്ളത്. എല്ലാ സത്യവിശ്വാസികളും മുന്നിൽ വന്ന് നിൽക്കുന്നത് വലിയ സമൃദ്ധമായ താടിയും വെച്ചിട്ട്. അപ്പോൾ ക്ലീൻ ഷേവ് ചെയ്യുന്ന നമ്മളവിടെ കണ്ടിരും. ഇനി സ്വർഗത്തിലേക്കാണെങ്കിൽ തന്നെ നമ്മളൊന്ന് ആലോചിച്ചു, നമുക്ക് തന്നെ ഒരു നാണം തോന്നും. അപ്പം അതിന് നമ്മൾ എന്ത് ചെയ്യണം? ഞാൻ ഉദാഹരണം എടുത്തു, നമ്മളെ വിഷയങ്ങളല്ല. ഇപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് നമ്മൾ കുടുംബ ബന്ധങ്ങളിൽ പാലിക്കേണ്ട മര്യാദകളിൽ നമ്മൾ പഠിച്ച നന്മകൾ പകർന്നു കൊടുക്കണം. ഭർത്താവ് പഠിച്ചത് ഭാര്യയോട് പറയണം, ഭാര്യ പഠിച്ചത് ഭർത്താവിനോട് പറയണം. മക്കൾ പരസ്പരം പറയണം, മക്കൾ വാപ്പാനോട് ഉമ്മാനോട് പറയണം, വാപ്പയമ്മയും മക്കളോട് പറയണം. അങ്ങനെ ഗുണദോഷിക്കുന്ന, നന്മകൾ കൽപ്പിക്കുന്ന, തിന്മകൾ വിരോധിക്കുന്ന ഒരു കുടുംബമായി നമ്മൾ മാറണം എന്നുള്ളതാണ് ഈ വിഷയത്തിൽ സൂചിപ്പിക്കാനുള്ളത്. പിന്നെയോ വയുഖീമൂന സ്വലാത്ത വയുഊതൂന സക്കാ, നിസ്കാരം കൃത്യമായി നിലനിർത്തുന്നു, അവർ സക്കാത്ത് നൽകുന്നു. വയുതിഊന അല്ലാഹ വറസൂലഹു, എല്ലാ വിഷയങ്ങളിലും അല്ലാഹുവിനെയും അവന്റെ റസൂലിനെയും അനുസരിക്കുന്നു. ഇതൊക്കെ നമ്മൾ കുടുംബങ്ങളിൽ പാലിക്കേണ്ട മര്യാദകളാണ്. ഉലൈക സയർഹമുഹുമുല്ലാഹ്, അവരോടാണ് അള്ളാഹു കാരുണ്യം ചൊരിയുന്നത്. ഇന്നല്ലാഹ അസീസുൻ ഹകീം, തീർച്ചയായും അള്ളാഹു ഇസ്സത്തും ഹിക്മത്തും അഥവാ ശക്തിയും യുക്തിയും ഉള്ളവനാകുന്നു. സൂറത്ത് തൗബയിലെ 71-ാമത്തെ ആയത്ത്. കല്യാണം കഴിക്കുമ്പോൾ മുതൽ ശ്രദ്ധിക്കണം. ദീനുള്ള ഒരു പെണ്ണിനെ കെട്ടണം എന്ന് എന്തിനാ? ദീനിയായിട്ട് ജീവിക്കാൻ വേണ്ടിയിട്ടാണ്. നമ്മൾ വെറും സൗന്ദര്യം മാത്രം നോക്കിയ ഒരു പെണ്ണിനെ കണ്ടെത്തി, സ്വത്ത് നോക്കിയ ഒരു പെണ്ണിനെ കണ്ടെത്തി, തറവാടിന്റെ പേര് നോക്കി വലിപ്പം നോക്കിയിട്ടും ഒരു പെണ്ണിനെ കണ്ടെത്തി, അത് കിട്ടും, ദീന് കിട്ടൂല, അല്ലേ? അതുകൊണ്ടാണ് ഫദ്ഫർ ബിദാത്തി ദീൻ. നിങ്ങൾ സ്വത്തിന് വേണ്ടിയോ അഴകിന് വേണ്ടിയിട്ടോ തറവാടിന് വേണ്ടിയിട്ടോ ഒക്കെ കല്യാണം നടക്കാറുണ്ട്. പക്ഷെ നിങ്ങൾ ദീനിന് വേണ്ടിയിട്ട് നടക്കാറുണ്ട്. നിങ്ങൾ പ്രാധാന്യം കൊടുക്കുന്ന എന്തിനായിരിക്കണം? ദീനിനായിരിക്കണം എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രത്യേകമായി പഠിപ്പിച്ചിട്ടുണ്ട്. ഇനി നമ്മുടെ ഈ കുടുംബ ബന്ധങ്ങളിൽ പാലിക്കേണ്ട മര്യാദകളിൽ മറ്റൊന്ന്, വീട്ടിലേക്ക് കടന്നു ചെല്ലുമ്പോൾ നമ്മൾ ബിസ്മില്ല എന്ന് പ്രാർത്ഥിക്കണം. അത് കുടുംബ ബന്ധങ്ങൾ നമ്മൾ ശരി ബിസ്മില്ല എന്ന് പറഞ്ഞിട്ട് വീട്ടിൽ കയറാവും. നമ്മൾ വീട്ടിലേക്ക് കയറുമ്പോൾ എന്താ പറയുക? ബിസ്മില്ല, അത്രേ ഉള്ളൂ. വാതിൽ തുറക്കുമ്പോൾ ബിസ്മില്ല, അസ്സലാമു അലൈക്കും. വീട്ടിലേക്ക് കയറേണ്ട അങ്ങനെയാണ്. ആരും ഇല്ലെങ്കിലും നമ്മൾ സലാം പറയണം. അവിടെ വല്ല ജിന്നുകളോ മലക്കുകളോ ഒക്കെ ഉണ്ടെങ്കിൽ അവർ സലാം മടക്കിക്കോളും. നമ്മുടെ സ്വന്തം വീട്ടിലേക്ക് നമ്മൾ യാത്ര കഴിഞ്ഞ് മടങ്ങി വരുമ്പോൾ എന്ത് ചെയ്യണം? വീട്ടിലുള്ളവരോട് നമ്മൾ എന്ത് ചെയ്യണം? എന്തായിരുന്നാലും സലാം പറയണം. അപ്പൊ സലാം പറയുക എന്നുള്ളതും അതേപോലെ തന്നെ ബിസ്മി ചൊല്ലുക എന്നുള്ളതും പഠിപ്പിക്കപ്പെട്ട ഒരു കാര്യമാണ്. ഒന്നാമത്തെ വിഷയം. ഇതിൽ നമുക്കൊരു പിശുക്കുണ്ടാവാൻ പാടില്ല. ബിസ്മില്ല. വീട്ടിൽ നിന്ന് പുറത്തിറങ്ങുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ബിസ്മില്ല, തവക്കൽതു അലല്ലാഹ് ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാ എന്ന് പറഞ്ഞുകൊണ്ടാണ് വീട്ടിൽ നിന്ന് പുറത്തിറങ്ങേണ്ടത്. അപ്പോൾ നമ്മുടെ കുടുംബം അള്ളാഹുവിൻ്റെ നാമത്തിലായിരിക്കണം. എല്ലാ നല്ല കാര്യങ്ങളും നമ്മൾ ബിസ്മി കൊണ്ടാണ് തുടങ്ങുന്നത്. ഭക്ഷണം കഴിക്കുകയാണെങ്കിൽ സമില്ല, നിങ്ങൾ ബിസ്മില്ല എന്ന് പറയണം. ബിസ്മില്ല എന്ന് പറയുന്നതാണ് ബിസ്മില്ല എന്ന് മാത്രം പറഞ്ഞാൽ മതി. ബിസ്മില്ലാഹി റഹ്മാൻ റഹീം എന്ന് പറയേണ്ട ആവശ്യമില്ല. അത് ഖുർആൻ ഓതുമ്പോഴാണ് അങ്ങനെ പറയേണ്ടത്. ഭക്ഷണം കഴിക്കുമ്പോൾ എന്ന് പറഞ്ഞാൽ മതി ബിസ്മില്ല. വീട്ടിൽ കയറുമ്പോൾ എന്താ പറയേണ്ടത്? ബിസ്മില്ല. മനസ്സിലായില്ലേ? കാണാതെ പോയ ഒരു വസ്തു തിരയാന്ന്, എവിടെയാണ് ഞാൻ ആ കണ്ണട കൊണ്ടുപോയി വെച്ചത്? ബിസ്മില്ല എന്നിട്ട് തിരയണം. മനസ്സിലായില്ലേ? നമ്മൾ നെട്ടറി വീഴാൻ പോകണം, അപ്പൊ ബിസ്മില്ല എന്ന് പറയണം. പെട്ടെന്ന് സ്ലിപ്പായി വീഴുമ്പോൾ എന്താ പറയുന്നത്? ബിസ്മില്ല. അള്ളാഹു ദിക്റുകൾ, ഏറ്റവും വലിയ ദിക്റുകളിൽ ഒന്നാണ് ബിസ്മില്ല. കുടുംബങ്ങളിൽ ബിസ്മില്ല, ബിസ്മില്ല ചൊല്ലി വീട്ടിലേക്ക് കയറുക, ബിസ്മില്ല ചൊല്ലി വീട്ടിൽ നിന്ന് ഇറങ്ങുക. ഇത് വീട്ടിൽ നമ്മൾ പാലിക്കേണ്ട മര്യാദയാണ്. ബിസ്മില്ല എന്ന് ചൊല്ലിക്കൊണ്ടാണ് നമ്മൾ വീട്ടിലേക്ക് കയറുന്നത് എങ്കിൽ നമ്മുടെ കൂടെ ശൈത്താന്മാർ കയറി വരൂല. ബിസ്മില്ല എന്ന് ചൊല്ലാതെയാണ് വീട്ടിലേക്ക് നമ്മൾ കയറുന്നതെങ്കിലോ ശൈത്താന്മാർ പറയും, നമുക്കിന്ന് താമസ സ്ഥലം കിട്ടി. ഏതാ? ബിസ്മി ചൊല്ലാത്തവന്റെ വീട്ടിൽ നമുക്ക് താമസിക്കാം.
ജിന്നുകളുണ്ടാവും, ശൈത്താന്മാർ ഒരു താമസ സ്ഥലം തിരഞ്ഞെടുക്കുന്നു. അവർ നമ്മളെ പിന്നാലെ അങ്ങനെ വരും. അപ്പോൾ നമ്മുടെ വീട്ടിലേക്ക് വരുമ്പോൾ ബിസ്മില്ല എന്നാണ് അവർക്ക് കണ്ട് കയറാൻ പറ്റില്ല. അള്ളാഹു ബിസ്മിയുടെ ബറക്കത്താണ്. അതേപോലെ പിന്നെ ഭക്ഷണം കഴിക്കും ബിസ്മില്ല എന്ന് ചൊല്ലി നമ്മളെ ഭക്ഷണത്തിൽ അവർ പങ്കെടുക്കുന്നില്ല. നേരെ പറഞ്ഞാൽ നമ്മൾ ബിസ്മില്ല എന്ന് ചൊല്ലാതെ ഭക്ഷണം കഴിച്ചാലോ? ബിസ്മില്ല എന്ന് ചൊല്ലാതെയാണ് ഭക്ഷണം കഴിക്കുന്നതെങ്കിൽ ആ ഭക്ഷണം ശൈത്താന്മാർ നമുക്ക് താമസം മാത്രമല്ല ഭക്ഷണവും കിട്ടി എന്ന് പറയും. ശൈത്താന്മാർക്ക് ഭക്ഷണം കൊടുക്കലും താമസം കൊടുക്കലും നമ്മുടെ ജോലിയല്ല. അപ്പൊ നമ്മുടെ കുടുംബങ്ങളിൽ നമ്മൾ വളരെ ബോധപൂർവം പാലിക്കേണ്ട ഒരു മര്യാദയാണ് ബിസ്മില്ല. ഭക്ഷണം കഴിക്കുമ്പോൾ ബിസ്മില്ല, വെള്ളം കുടിക്കുമ്പോൾ ബിസ്മില്ല, ഇത് നമുക്കുണ്ടായിരിക്കണം. ഒളു ചെയ്യുമ്പോൾ മാത്രമല്ല, കുളിക്കുമ്പോൾ മാത്രമല്ല, ഖുർആൻ ഓതുമ്പോൾ മാത്രമല്ല, എല്ലായിടത്തും ബിസ്മില്ല. എത്രത്തോളം അറിയാം, വൈകുന്നേരം നമ്മൾ ജനലടയ്ക്കണം, വാതിലടയ്ക്കണം. അതൊരു സുന്നത്താണ്. കാരണം ശൈത്താന്മാരുടെ ഒരു പ്രസരണം വീടിലേക്ക് വരാതിരിക്കാൻ ശൈത്താന്മാർ വിഹരിക്കുന്ന സമയമാണ് സന്ധ്യ. മഗ്‌രിബിന് മുമ്പായിട്ട് നമ്മൾ എന്ത് ചെയ്യണം? എല്ലാ ജനലുകളും, അത് ഓഫീസാണെങ്കിലും വീടാണെങ്കിലും ജനലുകളും വാതിലുകളും ഒക്കെ അടയ്ക്കണം. ഒക്കെ തുറന്നിടല്ല, കുറച്ച് കഴിഞ്ഞിട്ട് തുറക്കാം. ഒരു സമയം അങ്ങ് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം? എല്ലാം തുറന്നിടാം. മഗ്‌രിബിന്റെ സമയത്ത് നമ്മൾ ഒരു ചൂടൊക്കെ പറഞ്ഞ് തുറന്നിടരുത്. അടച്ചിട്ടേ നമ്മൾ പിന്നെ കുറച്ച് നേരം എന്ത് ചെയ്യാവൂ? തുറക്കാവൂ. അത് ബർക്കത്താണ്. ബിസ്മില്ല എന്ന് പറഞ്ഞിട്ടാണ് ഓരോ ജനലും ഓരോ വാതിലും അടയ്ക്കേണ്ടത്. ആ ബിസ്മില്ലയുടെ ബർക്കത്ത് കൊണ്ടാണ് ശൈത്താൻ കയറാത്തത്. ഈ ചില യുക്തിവാദികൾ ചോദിക്കാറുണ്ട്, ഈ തരിമൂക്കലോ കയറുന്ന ശൈത്താന് നമ്മളെ താക്കോലിന്റെ ദ്വാരത്തിലോടൊന്നും കയറാൻ പറ്റൂല. ആ ജാതി യുക്തിവാദികളൊന്നും മറുപടി പറയേണ്ട അവസ്ഥ നമുക്കില്ല. കാരണം ബിസ്മില്ല എന്ന ദിക്റിന്റെ മഹത്വം അവർക്ക് അറിഞ്ഞുകൂടാഞ്ഞിട്ടാണ്. എത്രത്തോളം എന്നറിയാമോ? രാത്രി വൈകി നമ്മൾ നമ്മുടെ അടുക്കളയിലുള്ള എല്ലാ ഭക്ഷ്യപാത്രങ്ങളും ഭക്ഷണപാത്രങ്ങളും മൂടി വെക്കണം. മൂടി തുറന്നിടരുത്. അത് ഉമ്മാർക്കും ബാധകമാണ്, കുട്ടികൾക്കും ബാധകം. അടുക്കളയിലുള്ള എല്ലാ ഭക്ഷണപാത്രങ്ങളും എന്ത് ചെയ്യണം? എല്ലാ ചെമ്പും മൂടി വെച്ച് മൂടണം. എല്ലാ ഭക്ഷ്യവസ്തുക്കളും അടപ്പിട്ട് മൂടണം. അടപ്പൊന്നും കിട്ടിയില്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം? ഒരു വടി എടുത്തു വെക്കണം, ഒരു തവിയെങ്കിലും എടുത്തു വെക്കണം. പക്ഷെ അതല്ല, അതൊക്കെ നമ്മൾ ചെയ്യാറുണ്ട്. പക്ഷെ ബിസ്മില്ല എന്നും അറിയില്ല. ഓരോ ഭക്ഷണപാത്രം മൂടുമ്പോഴും ബിസ്മില്ല ഉമ്മമാര് പഠിക്കാം. ബിസ്മില്ല. ചോറിന്റെ പാത്രത്തിന് മുകളിലേക്ക് മൂടി എടുത്തു വെക്കും, ബിസ്മില്ല. വെള്ളം സൂക്ഷിച്ചു വെക്കുന്ന പാത്രം അടച്ചു വെക്കുമ്പോൾ ബിസ്മില്ല. ബിസ്മില്ല എന്ന് പറഞ്ഞുകൊണ്ട് പാത്രം മൂടി വെക്കാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൽപ്പിച്ചിട്ടുണ്ട്. ഇത് നമ്മൾ വീട്ടിൽ പാലിക്കേണ്ട അദബാണ്. ഇത് നമ്മൾ ശ്രദ്ധിക്കണം. മനസ്സിലായില്ലേ? അടുത്തതായി നമ്മൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം, നമ്മുടെ നാവിനെ നിയന്ത്രിക്കാൻ. അംസിക അലൈക ലിസാനക്, നിന്റെ നാവിനെ നീ പിടിച്ചു വെക്കണം. എല്ലാ പ്രശ്നത്തിന്റെയും നാരായ പേര് നാവല്ലേ? വർത്താനം പറയാൻ അള്ളാഹു തൗഫീഖ് തന്നിട്ടില്ലെങ്കിൽ കുറേ പ്രശ്നങ്ങൾ ഒഴിഞ്ഞിട്ടു. ഏറ്റവും കൂടുതൽ പ്രശ്നം എന്തിനാണ് ഭാര്യയും ഭർത്താവും തല്ലുണ്ടാക്കുന്നത്? ഈ വായിൽ നാവ് കിടക്കുന്നുണ്ടല്ലേ. എന്തിനാണ് മക്കൾ വാപ്പാനോടും ഉമ്മാനോടും വല്യമാനോടും ബഹളം ഉണ്ടാക്കുന്നത്? വായിൽ നാവുള്ളതുകൊണ്ടല്ലേ. അപ്പൊ നാവ് അങ്ങനെ ഇളക്കാനുള്ള സാധനമല്ല, അംസിക്, പിടിച്ചു വെക്കാനുള്ള. നാവ് നിയന്ത്രിക്കണം. ബഹളം വെക്കരുത്, വലിയ ആളുകളെ വെറുപ്പിക്കരുത്, കള്ളം പറയരുത്, ഗീബത്ത് പറയരുത്, നമീമത്ത് പറയരുത്, അട്ടഹസിക്കരുത്. ഇതൊക്കെ ശ്രദ്ധിക്കണം. പ്രത്യേകിച്ച് സ്ത്രീകളൊന്നും വലിയ ശബ്ദത്തിലൊന്നും സംസാരിക്കരുത്. വാപ്പയും ഭർത്താക്കന്മാരൊക്കെ വീട്ടിലുണ്ടെങ്കിൽ സ്ത്രീകൾ ഒതുങ്ങി സംസാരിക്കണം. പല വീട്ടിലും ആണുങ്ങളുടെ വിവരം തന്നെ അറിയില്ല. കാരണം വീട്ടിൻ്റെ അവകാശം ഞാനായതുകൊണ്ട് മക്കളോടൊക്കെ ഇങ്ങനെ ഞങ്ങളുടെ നാട്ടിൽ പടക്കം പൊട്ടിക്കുക എന്നറിയാം. ചില പെണ്ണുങ്ങൾ ഇങ്ങനെ പൊട്ടിച്ചോണ്ടേ നിൽക്കും, ടട്ട. വെറുപ്പുണ്ടായിട്ടൊന്നുമല്ല, അവരെ ശീലം അങ്ങനെ. ആ ശീലം നമ്മൾ മാറ്റണം. നമ്മുടെ നാവിനെ നമ്മൾ നിയന്ത്രിക്കുകയും നല്ല വാക്കുകൾ, കലിമു ത്വയ്യിബ, നല്ല വാക്കുകൾ നമ്മൾ സംസാരിക്കുകയും വേണം. ആയിഷ റളിയല്ലാഹു തആല അൻഹയിൽ നിവേദനം ചെയ്യപ്പെടുന്ന ഒരു ഹദീസിൽ കാണാം, കുന്ന അസ്വാജൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇൻദഹു ജമിഅ, ഞങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പത്നിമാരായിരുന്നു. ഞങ്ങൾ ആയിരിക്കുമ്പോൾ ഫഅഖ്ബലത് ഫാത്തിമ ഇബ്നതുഹു, നബിയുടെ മകൾ ഫാത്തിമ അദ്ദേഹത്തിന്റെ അരികിലേക്ക് വന്നു റളിയല്ലാഹു അൻഹ. അപ്പൊ നബി, ഞങ്ങൾ ഏതെങ്കിലും ഭാര്യമാരുടെ വീട്ടിൽ നബി ഉണ്ടാവും. ഞങ്ങളുടെ ഭാര്യമാർ, നബി ഏതെങ്കിലും ഒരു ഭാര്യയുടെ വീട്ടിലായിരിക്കുമല്ലോ. ഏത് ഭാര്യയുടെ വീട്ടിലാണെങ്കിലും മക്കൾ അങ്ങോട്ടൊക്കെ കയറി വരും. ഫാത്തിമ ബീവി ഞങ്ങളുടെ വീട്ടിലേക്ക് കയറി വരും. അപ്പൊ ആയിഷ ബീവി ഇരിക്കുന്ന വീട്ടിലേക്ക് ആര് വരികയാണ്? ഫാത്തിമ ബീവി വരികയാണ്. ഫാത്തിമ ബീവി വരുന്ന നേരത്ത് ഫഖാല സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി പറയും, മർഹബൻ യാ ബിൻതി, എൻ്റെ മോളെ സ്വാഗതം. നമ്മളെ മക്കള് വീട്ടിലേക്ക് നമ്മൾ എടുത്ത് വരുമ്പോൾ സ്വാഗതം പറഞ്ഞ ഒരു ചരിത്രം ഓർമ്മയുണ്ടോ? നമ്മളെ സ്വന്തം മക്കളെ അമ്മോനെ വാ, സന്തോഷത്തോടെ വാപ്പാൻ എടുത്ത് വന്നിരിക്കും. ഇത് നോവലിലും കഥയിലും സിനിമയിലും സീരിയലും ഉണ്ടാകേണ്ട സാധനമല്ലല്ലോ, നമ്മളെ ജീവിതത്തിൽ ഉണ്ടാകേണ്ട. നമ്മളെ ഉമ്മാക്കും മക്കളെ അടുത്ത് പിഞ്ചു കുഞ്ഞുങ്ങളെ കാര്യമല്ല, കാര്യം പറഞ്ഞാൽ മനസ്സിലാകുന്ന പ്രായത്തിലുള്ള വലിയ കുട്ടികൾ
അവരെ എപ്പോഴും ഇന്നലെ വഴക്ക് പറഞ്ഞ അതേ വിഷയത്തിൽ ഇന്നും വഴക്ക് പറയാം. ഇടക്കൊക്കെ ഒന്ന് വഴക്ക് പറയാതിരിക്കും. കുറച്ച് കഴിഞ്ഞിട്ട് പറയും. വഴക്ക് മാത്രമേ പറയാവൂ. ഒരു ദിവസം രാവിലെ ആയി വൈകുന്നേരം ആകുമ്പോഴേക്കും ഒരു കുട്ടി വേറൊരു കുട്ടിക്ക് ഇങ്ങനെ കാണിച്ചു വെക്കും, ഇന്ന് എൻ്റെ ഉമ്മ പറഞ്ഞ വഴക്കുകൾ. മദ്രസയിൽ ഞാൻ കണ്ടതാണ്. അടാനപ്പള്ളി മദ്രസ ഒരു കുട്ടി എന്ത് തമാശക്ക് എഴുതിച്ചാണ്. എന്നാൽ എൻ്റെ ഉമ്മ എന്നോട് പറഞ്ഞ കാര്യങ്ങൾ അടുത്ത കുട്ടിക്ക് കാണിച്ചു കൊടുക്കുക. അതിലൊന്നിൻ്റെ മോനാണ്. അവൻ എന്നോട് വന്നിട്ട് പറയാണ്, എന്ത് കുട്ടി എൻ്റെ ഉമ്മനമാരി തന്നെയാണ്, അവൻ്റെ ഉമ്മ ഇങ്ങനെ ഇത്രയും കാര്യങ്ങൾ വേറെ രാവിലെ മുതൽ വൈകുന്നേരം വരെ പറഞ്ഞിട്ട് അവനിങ്ങനെ അത് പേപ്പറിൽ എഴുതി വെച്ചിരിക്കും. തമാശക്ക് എഴുതി വെച്ചാണ്. ഉമ്മ സീരിയസ് ആയിട്ടല്ല പറഞ്ഞു. ഓനും അറിയാം, ഞമ്മക്കും അറിയാം, ഉമ്മാക്കും അറിയാം. പക്ഷെ നമ്മൾ ഇങ്ങനെ തന്നെ പറഞ്ഞാൽ ഇത് നിർത്താൻ കഴിയല്ലോ. നമ്മൾ നന്നായി സംസാരിച്ച് ശീലിക്കണം. വിനയത്തോടുകൂടി എപ്പോഴെങ്കിലും ഒന്ന് അഭിനയിച്ചാൽ പോരെ സ്നേഹം. എല്ലായ്പ്പോഴും സ്നേഹം ഉണ്ടാവും, വല്ലപ്പോഴേ ചീത്ത ഉണ്ടാകാൻ പാടുള്ളൂ. നമ്മൾ നേരെ തിരിച്ച് എപ്പോഴും ചീത്ത പറയലാണ്. അപ്പോൾ കുടുംബത്തിലെ മര്യാദകളിൽ ശബ്ദം നിയന്ത്രിക്കണം. പിന്നെ വാപ്പ വീട്ടിലുണ്ട് അല്ലെങ്കിൽ ഭർത്താവ് വീട്ടിലുണ്ട്, ഒരു കാരണവശാലും ഭാര്യയോ ഉമ്മയോ മക്കളോട് എന്ത് ചെയ്യാൻ പാടില്ല, ഉച്ചത്തിൽ വഴക്ക് പറയാനോ സംസാരിക്കാനോ. വാപ്പുള്ളപ്പോൾ വാപ്പക്കായിട്ട് അവകാശം, വാപ്പനോട് പറയാനല്ലാതെ വാപ്പ ഇല്ലാത്തപ്പോൾ നമ്മൾ കുറച്ച് ഉച്ചത്തിൽ പറഞ്ഞു. അതൊരു മര്യാദയാണ്. ഭർത്താക്കന്മാരുടെ സാന്നിധ്യത്തിൽ സ്ത്രീകൾ എൻ്റെ ഭർത്താവിന് ഞാൻ ഒച്ചട്ടെന്താ കുഴപ്പം എന്നുള്ളതാണ് ഇന്നത്തെ പെണ്ണുങ്ങളുടെ രീതി. അതുകൊണ്ടാണ് നമ്മുടെ നാട്ടിൽ ഇണക്കം കുറഞ്ഞു പോകുന്നത്. അതിൻ്റെ പേരിലാണ്. അതുകൊണ്ട് നല്ല വാക്കുകൾ പറയാൻ നമ്മൾ ശീലിക്കണം. മക്കളെ നമ്മൾ നല്ല രീതിയിൽ അഭിസംബോധന ചെയ്യണം. മോളെ ഇങ്ങോട്ട് വാ, മറവൻ സ്വാഗതം വിളിക്കുകയാണ്, മനസ്സിലായില്ലേ? ഇനി ഈ രൂപത്തിൽ. എന്നിട്ട് സുമ്മ അജ്ലസഹ അൻ യമീനിഹി, അടുത്ത നബി തന്റെ വലതുഭാഗത്ത് അവളെ ഇരുത്തുമായിരുന്നു, അല്ലേ? അതുപോലെ ഹുസൈൻ റളിയല്ലാഹു അൻഹുമ അവർ വരുമ്പം ഒരാളെ വലത്തെ തുടയിലും ഒരാളെ ഇടത്തെ തുടയിലും ഇരുത്തും. ഹസൻ റളിയല്ലാഹു വരും. അതേപോലെ സെയ്ദ് ബിൻ ഹാരിസയുടെ മകൻ വരും, ഉസാമ വരും. ഉസാമത്ത് ബിൻ സെയ്ദ്, രണ്ടാൾ ഒരേ പ്രായക്കാരാണ്, ഹസനും ഉസാമയും. അവർ രണ്ടാളും വരും. ഒരാൾ നബിയുടെ മകളുടെ മകനാണ്, ഒരാൾ നബിയുടെ വളർത്തു മകന്റെ മകനാണ്. അവർ രണ്ടാളും ഒരുമിച്ച് വരുമ്പോൾ ഒരാളെ ആദ്യം ആരാ വരുന്നത് അയാളെ വലത്തെ തുടയിലിരുത്തും, പിന്നെ വരുന്ന ആളെ ഇടത്തെ തുടയിലിരുത്തും. ഒരുപോലെയാണ് പരിഗണിക്കുന്നത്. കറുത്തവൻ അല്ലെങ്കിൽ വളർത്തുപുത്തന്റെ മകൻ, അടിമയുടെ മകൻ, ഇങ്ങനെയുള്ള വേർതിരിവൊന്നും വിശ്വാസം ഇല്ലെന്ന് മാത്രമല്ല, അവരെ അടുത്തിരുത്തുന്നു. ഇതൊക്കെ നമുക്കറിയാവുന്ന കാര്യമാണ്. മക്കളോട് നമ്മൾ സല്ലപിക്കുക എന്നുള്ളതും അവരോട് നന്നായി ഇണങ്ങി സംസാരിക്കുക എന്നുള്ളതും നമ്മുടെ ബാധ്യതയാണ് എന്ന് ഇതിൽ നിന്ന് മനസ്സിലായി. ആയിഷ റളിയല്ലാഹു തആല അൻഹയിൽ നിവേദനം ചെയ്യപ്പെടുന്ന മറ്റൊരു ഹദീസിൽ കാണാം, മാ ആബ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തആമൻ ഖത്തു, നബി ഒരു ഭക്ഷണത്തെയും കുറ്റം പറഞ്ഞിട്ടില്ല. നമ്മൾ ഏതെങ്കിലും ഭക്ഷണം കുറ്റം പറയാത്തതുണ്ടോ? വീട്ടിൽ നിന്ന് കഴിക്കുന്ന ഭക്ഷണം നബി ഒരു ഭക്ഷണത്തെയും കുറ്റം പറഞ്ഞിട്ടില്ല. ഇനി ഇസ്തഹാഹു അക്കലഹു വ ഇല്ലാ തറക്കഹു, നബിക്ക് ഇഷ്ടപ്പെട്ടാൽ കഴിക്കും, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ എനിക്ക് വേണ്ടാറി. അല്ലാതെ നബി എന്ത് ചെയ്യില്ല, അതിനെ എതിരെ ഒരു കൂലങ്കഷമായ ചർച്ച നടത്തൂല, ഒരു റിവ്യൂ നടത്തൂല ഭക്ഷണത്തെ പറ്റി. നമ്മളതൊക്കെ ചെയ്യും. അതൊരു മര്യാദ. അത് ഭാര്യമാരാകെ ന്യൂനത ഉണ്ടെങ്കിൽ പോലും അതിനെ കുറ്റപ്പെടുത്തി സംസാരിക്കുന്നതല്ല അവരിഷ്ടപ്പെടുന്നത്. മനസ്സിലായില്ലേ? നല്ല രീതിയിൽ ആ വിഷയങ്ങൾ അവർ ബോധ്യപ്പെടുത്തണം. നീ ഇപ്പോഴും ഒരു സാമ്പാർ വെക്കാൻ പഠിച്ചിട്ടില്ലേ എന്ന് നമ്മൾ ചോദിക്കരുത്. എന്താണ് അതിൽ വന്നിരിക്കുന്ന ന്യൂനത? അത് വളരെ ഏറ്റവും ന്യായമായ, മറ്റുള്ളവർ മുന്നിൽ അപമാനിക്കാത്തത് മക്കളെ മുന്നിലൊക്കെ ഇട്ട് വശലാക്കും. പോരായ്മ ചിലപ്പോൾ ഉണ്ടായിരിക്കാം. അപ്പോൾ ഇത് ആയിഷ റളിയല്ലാഹു അൻഹ എടുത്തു പറയാണ്. ആയിഷ ബി എടുത്തു പറയാണ്, നബി ഞങ്ങളുടെ ഭക്ഷണത്തെ ഒരിക്കൽ പോലും കുറ്റം പറഞ്ഞിട്ടില്ല. അത് അവരുടെ ഭക്ഷണം പെർഫെക്റ്റ് ആയതുകൊണ്ട് മാത്രമല്ല, പെർഫെക്റ്റ് ആകാതിരിക്കുന്നതുകൊണ്ടാണല്ലോ ഇഷ്ടമില്ലെങ്കിൽ നബി ഒഴിവാക്കുന്ന പറഞ്ഞത്. ചിലപ്പോൾ നബിക്ക് ഇഷ്ടമില്ലാത്ത ഭക്ഷണം അവരുടെ അടുത്ത് വരാറുണ്ട്. അപ്പം നബി ശാസം എന്ത് ചെയ്യും? ഇതെനിക്ക് വേണമെന്നില്ല എന്ന് പറയും. അത്രയേ ഉള്ളൂ. ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വീട്ടിൽ പുലർത്തി പോന്നിരുന്ന ഒരു മര്യാദയാണ് എന്ന് കാണാൻ കഴിയും. ആയിഷ ബീവിയിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന മറ്റൊരു ഹദീസിൽ കാണാം, ഒരു സംഭവം ഉണ്ടായി. നമുക്കൊക്കെ അറിയുന്ന കാര്യമാണ്. നബിയുടെ വീട്ടിലെ അയൽവാസിയായിട്ടുള്ളൊരു യഹൂദി നടന്നു പോകുമ്പോഴൊക്കെ നബിയോട് അസ്സലാമു അലൈക്കും എന്നറിയാം. അസ്സലാമു അലൈക്കും എന്നല്ല, അസ്സലാമു അലൈക്കും, മരിച്ചു പോട്ടെ എന്നാ പറയുന്നത്. ഇതിങ്ങനെ പറയും. അപ്പൊ നബി വാലേക്കും, നബി അതങ്ങ് വിട്ടു. അപ്പം ജാഹിലല്ലേ, വിവരമില്ലാത്തവനല്ലേ. നബിയുടെ പിന്നാലെ കൂടി പ്രശ്നം ഉണ്ടാക്കാനോ സഹാബികൾ അയാൾക്കെതിരെ ഇറക്കി വിടാനൊന്നും പോയിട്ടില്ല. നബി വാലേക്കും എന്നറിയും. അപ്പൊ ആ വാലേക്കും എന്ന് പറഞ്ഞ ബുദ്ധി ഉണ്ടെങ്കിൽ അവൻ ചിന്തിക്കുമല്ലോ, ഞാനും മരിക്കട്ടെ എന്നാണ് പറഞ്ഞത്. അപ്പൊ ആ ചങ്ങാതി നന്നാകാനത് മതി. നബി അതിന്റെ പേരിൽ വെറുപ്പ് കാണിക്കേ പിന്നാലെ കൂടിയേ. നമ്മളൊക്കെ ആണെങ്കിൽ എന്തൊക്കെ ചെയ്യുന്നു പറയാൻ കഴിയില്ല. നമ്മളോട് അങ്ങനെ മോശമായൊരു വാക്ക് ഒരാൾ ദ്വയാർത്ഥ പ്രയോഗം നടത്തിയാൽ
നമ്മളപ്പം തന്നെ കൈകാര്യം ചെയ്യും. നാട്ടുകാരെ സംഘടിക്കും, പിന്നെ എന്താണ് അപ്പോഴേക്ക് NDF വരും, പോപ്പുലർ ഫ്രണ്ട് വരും, മീറ്റിംഗ് കൂടും, ബഹളം ഉണ്ടാക്കും, അങ്ങനെ ഇങ്ങനെയൊക്കെ നമ്മൾ ചെയ്യും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വളരെ സംയമനത്തോട് വിഷയം കൈകാര്യം ചെയ്തു. അസ്സലാമു അലൈക്കും വഅലൈക്കും തീർന്നു. ഇത് പതിവായി കേട്ടപ്പോൾ ആയിഷാബിക്ക് ഒരു വിഷമം. ഒരു ദിവസം ആയിഷാബി അതിൽ ചാടിക്കേറി മറുപടി അയാൾ അസ്സലാമു അലൈക്കും എന്ന് പറഞ്ഞിട്ടുള്ളൂ. ആയിഷാബി അങ്ങോട്ട് സാമും പറഞ്ഞു, ലായനത്തും പറഞ്ഞു, മരിച്ചും പോട്ടെ, ശാപം ഉണ്ടാകട്ടെ എന്ന് കൂട്ടി പറഞ്ഞു. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരോട് പറയാണ്, യാ ആയിഷ ഇന്നല്ലാഹ റഫീഖുൻ യുഹിബ്ബു റിഫ്ഖ. ആയിഷ, അല്ലാഹു സൗമ്യത കാണിക്കുന്നവനാണ്, അവൻ സൗമ്യ സ്വഭാവത്തെ, മൃദു സ്വഭാവത്തെ ഇഷ്ടപ്പെടുന്നു. സൗമ്യത എന്ന് പറയുന്നത് നൽകുന്നത് പരുക്കൻ സ്വഭാവം നൽകാത്ത കാര്യങ്ങളാണ്. നമ്മുടെ നാട്ടിൽ പലരും പഠിച്ചു വെച്ചത് പരുക്കൻ സ്വഭാവം കാണിച്ച് അട്ടഹാസം ഉണ്ടാക്കി ബഹളം വെച്ചാലാണ് എല്ലാ കാര്യവും നേടിയെടുക്കാൻ പറ്റും. നമ്മളെ ഭാര്യമാരങ്ങനെയാണ് വിചാരിക്കുന്നത്, നമ്മളെ മക്കളും ഉമ്മാരടുത്തെല്ലാം അങ്ങനെയാണ് വിചാരിക്കുന്നത്. ബഹളം ഉണ്ടാക്കിയാലേ കാര്യം നേടാൻ പറ്റുള്ളൂ. നബി നേരെ തിരിച്ചാ വന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, പരുഷ സ്വഭാവം കൊണ്ട് നേടിയെടുക്കാൻ കഴിയാത്തത് സൗമ്യ സ്വഭാവം കൊണ്ട് നേടിയെടുക്കാൻ പറ്റും. അപ്പൊ അയാളോട് പോലും സൗമ്യമായിട്ട് പ്രതികരിക്കണം എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ സമയങ്ങൾ നോക്കണം എന്ന് പഠിപ്പിച്ചിട്ടുള്ളത്. അപ്പൊ എന്താണ്, പിന്നെ അനഫ് കൊണ്ട്, പാരുഷ്യത കൊണ്ട് നേടിയെടുക്കാൻ പറ്റാത്തത് റിഫ്ഖ് കൊണ്ട് നേടിയെടുക്കാൻ പറ്റും. അപ്പൊ ഭർത്താക്കന്മാരുടെ അനിഷ്ടം തോന്നിയാൽ പരുക്കൻ സ്വഭാവത്തിൽ പ്രതികരിക്കണോ റിഫ്ഖോട് കൂടി പ്രതികരിക്കണോ എന്ന് ഭാര്യമാർ ചിന്തിക്കാം. ഭാര്യമാരുടെ ഒരു സ്വഭാവം നമുക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ അവരോട് പരുക്കൻ സ്വഭാവത്തിൽ പ്രതികരിക്കണോ അതല്ല സൗമ്യതയോടുകൂടി പിന്നെ അവരെ പ്രതികരിക്കണോ എന്ന് ഭർത്താക്കന്മാരെ തീരുമാനിക്കാം. മക്കൾ വാപ്പാനോടും ഉമ്മാനോടും പെരുമാറുമ്പോഴും ഇത് ചിന്തിക്കണം, മക്കളോട് പെരുമാറുമ്പോഴും നമ്മളിത് ചിന്തിക്കണം. അപ്പൊ വെറും പരുക്കൻ സ്വഭാവം, ബഹളം വെക്കൽ, ഏത് നേരവും ശബ്ദം ഉണ്ടാക്കൽ, പിന്നെ അത് ശരിയാക്കാൻ പറ്റൂല. അതിന്റെ മുഖത്തൊന്നും ഒരു പ്രസന്നത ഒരിക്കലും ഉണ്ടാവില്ല. ഒരു മുഅ്മിനിന്റെ ഏറ്റവും വലിയ സദക്ക എന്താണ്? തലക്കുൽ വജഹാണ്, മുഖത്തുള്ള പ്രസന്ന. ഇതൊക്കെ നമുക്ക് നഷ്ടപ്പെട്ടു. എപ്പോഴും ഇങ്ങനെ സ്വന്തം കുടുംബത്തിലുള്ള ബഹളം വെക്കാം, അല്ലേ? മക്കളോട് ദേഷ്യം പിടിച്ചാൽ ഭർത്താവിനോട് കാണിക്കാം, ഭർത്താവിനോട് ദേഷ്യം പിടിച്ചാൽ മക്കളോട് കാണിക്കാം, നാട്ടുകാരോട് കാണിക്കാം. മുഖത്തൊരു പ്രസന്നത ഉണ്ടാവും. ഇത് എളുപ്പമല്ല. നമ്മുടെ നാട്ടിലൊക്കെ തിരിച്ച് നടക്കുന്നതുകൊണ്ട് ഇസ്ലാം പറഞ്ഞ പ്രകാരം നടപ്പാക്കണ നല്ല തർബിയത്ത് വേണം. എല്ലാവർക്കും ഒരു പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടുള്ള ഒരു താങ്ങ് വേണം. എന്നാലേ നമുക്ക് ഈ സൗമ്യത നിലനിർത്താൻ പറ്റൂ. സൗമ്യതയുള്ള മുഖങ്ങൾ നിറഞ്ഞ കുടുംബമായിരിക്കണം. അതിന് അല്ലാഹു നമ്മുടെ കുടുംബങ്ങൾക്ക് തൗഫീഖ് നൽകട്ടെ. അനസ് റളിയല്ലാഹു പറഞ്ഞിട്ടുണ്ട്, ഞാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് 10 വർഷം ഖിദ്മത്ത് എടുത്തു. അനസ് റളിയല്ലാഹു പറയാം, നമുക്ക് എല്ലാവർക്കും അറിയുന്ന ഹദീസാണ്, ഞാൻ പറഞ്ഞു പോകുന്നത്. 10 വർഷം ഖിദ്മത്ത് എടുത്തു. 10 കൊല്ലം ഒരാൾ നബിയുടെ വീട്ടിൽ പണിയെടുക്കാണ്. ഒരിക്കൽ പോലും അദ്ദേഹം എന്നെ അടിച്ചിട്ടില്ല. അടിമകൾ ആളുകൾ അടിക്കണം, നബി ഭാര്യമാരെ അടിച്ചിട്ടില്ല, എന്നെ അടിച്ചിട്ടില്ല, എന്നോട് വഴക്കു പറഞ്ഞിട്ടില്ല. വീട്ടിൽ പണിയെടുക്കുന്ന ആളോട് 10 കൊല്ലത്തിനടക്ക് ഒരിക്കൽ പോലും വഴക്ക് പറയാതിരിക്കാൻ മാത്രം അത്ര പെർഫെക്റ്റ് ആയിട്ട് പണിയെടുക്കുന്ന ഒരു വേലക്കാരനുണ്ടാവും. അപ്പൊ നബിയുടെ സ്വഭാവ മര്യാദയാണ്. ഒരു വേലക്കാരനോട്, ഒരു പണിക്കാരനോട്, ഒരു ഹാദിമിനോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മോശം. പിന്നെ നബി ഭാര്യയോട് പെരുമാറുമോ? മക്കളോട് പെരുമാറുമോ? ഹാദിമിനോട് പോലും നബി സൗമ്യത കാണിച്ചുവെങ്കിൽ വീട്ടിലത് എന്തായാലും കാണിക്കും. നമ്മൾ ചിലപ്പോൾ തിരിച്ചാ, ഹാദിമിനോട് സൗമ്യത കാണിച്ചാലും ഭാര്യമാരോട് സൗമ്യത കാണിക്കാത്തവർ നമ്മളെ കൂട്ടത്തിലുണ്ട്. അത് മാറ്റണം. നമ്മൾ ശരിക്കും സൗമ്യത ഉള്ളവരാണെന്ന് ഉറപ്പുവരുത്തേണ്ടത് ഭാര്യമാരോട് സൗമ്യത കാണിച്ചുകൊണ്ടാണ്, മക്കളോട് സൗമ്യത. ഇതിന്റെ അർത്ഥം അവരോട് കർക്കശമായ സമീപനം സ്വീകരിക്കേണ്ട രംഗങ്ങൾ ഉണ്ടാവില്ലെന്നോ, ശാസിക്കാൻ പാടില്ലെന്നോ, ചിലപ്പോഴൊക്കെ അടിക്കാൻ പാടില്ലെന്നോ എന്നൊന്നും ഇതിനർത്ഥമല്ല. ഇത് നമ്മുടെ ശീലം, നമ്മുടെ സ്ഥായി ഭാവം തന്നെ എന്താണ്? പരുക്കൻ സ്വഭാവം. എന്നിട്ട് അത് ക്രെഡിറ്റ് ആയിട്ട് കൊണ്ടുനടക്കുക. എന്നെ കണ്ടാൽ ഭാര്യക്ക് പേടിയാണ്, മക്കൾക്ക് പേടിയാണ്, ബാപ്പാക്ക് പേടിയാണ്, ഉമ്മാക്ക് പേടിയാണ്. ഇതൊരു ക്രെഡിറ്റ് ആയിട്ട്, ഒരു തൂവലായിട്ട് ഇങ്ങനെ കൊണ്ടുനടക്കും വിഡ്ഢികൾ. പരുക്കൻ സ്വഭാവം കൊണ്ട് എല്ലാവർക്കും ഞാൻ യോഗ്യനാണ്, കേമനാണെന്ന് വിചാരിച്ചാൽ രാജ്യത്തിന്റെ പ്രസിഡന്റോ പ്രധാനമന്ത്രിയോ ആണ് ഈ പരുക്കൻ സ്വഭാവം കാണിക്കുന്നെങ്കിൽ പോലും ജനങ്ങൾ ഇഷ്ടപ്പെടില്ല. പിന്നല്ലേ ബാക്കിയുള്ളവർ. നേരെ മറിച്ച് നമ്മൾ വിനയവും സൗമ്യതയും കാണിച്ചാൽ എല്ലാവരും നമ്മൾ ഇഷ്ടപ്പെടും. പരുക്കൻ സ്വഭാവം കാണിക്കുന്നവരുടെ കീഴിലേക്കല്ല ആളുകൾ വഴങ്ങുന്നത്, സൗമ്യത കാണിക്കുന്നവർക്കിടയിലേക്കാണ് ആളുകൾ എന്ത് ചെയ്യുക? വഴങ്ങുക. അപ്പൊ നമ്മുടെ കുടുംബ ബന്ധങ്ങളിൽ നമ്മൾ പ്രിയപ്പെട്ടവർ തമ്മിൽ ഞാനും നിങ്ങളും പരസ്പരം പാലിക്കേണ്ട മര്യാദകളാണ്. ഇതേപോലെ റിഫ്ഖ് നമ്മൾ കൊണ്ടുവരണം. അതേപോലെ തന്നെ നമ്മൾ ആക്ഷേപം ഒഴിവാക്കണം. പിന്നെ ഇദ്ദേഹം പറയാണ്, ഒരു കാര്യം ചെയ്യേണ്ടത് ചെയ്യാതിരുന്നാൽ എന്തുകൊണ്ട് നീ ചെയ്തില്ല എന്നോ, ചെയ്യാൻ പാടില്ലാത്ത ഒരു കാര്യം ചെയ്തു പോയാൽ ഇതെന്തിനാണ് നീ ചെയ്തത് എന്ന് ഒരിക്കൽ പോലും നബിയോട് ചോദിച്ചിട്ടില്ല. അവർ സ്വയം മനസ്സിലാക്കാണ്. നബി ചോദിക്കേണ്ടതാണ്. നബി ചോദിക്കാതെ പോകുമ്പം
അവർക്ക് മനസ്സിലായി ഇങ്ങനെ ചോദിക്കാതെ പോകുന്ന ഒരാളോട് ഞാൻ ഇങ്ങനെ പെരുമാറാൻ പാടില്ലല്ലോ എന്ന് അവർക്ക് ബോധ്യം വരികയാണ്. അവരങ്ങനെ പറയാൻ അവസരം കൊടുക്കാതിരിക്കുകയാണ്. നേരെ തൊട്ടതിനും പിടിച്ചതിനും ഒക്കെ ചോദ്യം ചെയ്തു പോയാലോ? ചില വാപ്പാരും വെള്ളിപ്പാരും അങ്ങനെയാണ്, ചില അമ്മമാരങ്ങനെയാണ്. ഒരു സംഗതിക്ക് പോലും 2 വയസ്സുള്ള കുട്ടികൾക്ക് പോലും ശ്വാസം വിടാൻ അവസരം കൊടുക്കാത്ത ആൾക്കാരുണ്ട്. എന്തെങ്കിലും ഒരു തെറ്റ് പറ്റുമ്പോഴേക്കും, ഒരബദ്ധം പറ്റുമ്പോഴേക്കും, ഒന്ന് മറിഞ്ഞ് വീഴുമ്പോഴേക്കും ഇടക്കൊക്കെ ശാസിക്കണം. അത് തന്നെ പതിവാക്കി നിലനിർത്തി കഴിഞ്ഞാൽ അത് നമ്മുടെ ഒരു ഹൃദ്യമായ ഊഷ്മളമായ കുടുംബ ബന്ധങ്ങൾക്ക് തടസ്സമായി തീരും എന്നുള്ളതാണ്. അബൂദർ ഗിഫാരി റളിയല്ലാഹു അൻഹുവിൽ നിന്ന് ഇമാം തുർമുദി അദ്ദേഹം ഹസനാക്കിയ, ഇബ്നു ഹിബ്ബാൻ അദ്ദേഹത്തിന്റെ സ്വഹീൽ ഉദ്ധരിച്ച ഒരു ഹദീസിൽ നമുക്ക് കാണാം, ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂലുള്ളാഹി പറഞ്ഞു, തബസ്സുമുക ഫീ വജ്ഹി അഖീക ലക സദഖ, നിന്റെ സഹോദരന്റെ മുഖത്തേക്ക് നോക്കി പുഞ്ചിരിക്കുന്നത് സദഖയാണ്. വ അംറുക ബിൽ മഅറൂഫി വ നഹ്യുക അനിൽ മുൻകരി സദഖ, ഒരു നല്ല കാര്യം പറഞ്ഞു കൊടുക്കുന്നതും തെറ്റായ ഒരു കാര്യം തടയുന്നതും സദഖയാണ്. വ ഇമാതതുകൽ അദാ വ ശൗക വൽ അൽമ അനി ത്വരീഖി ലക സദഖ, വഴിയിൽ നിന്ന് ഒരു ഉപദ്രവമോ ഒരു മുള്ളോ ഒരു എല്ലോ എടുത്തു മാറ്റിക്കളയുന്നത് നിനക്കുള്ള സദഖയാണ്. വ ഇഫ്റാഗുക മിൻ ദൽവിക ഫീ ദൽവി അഖീക ലക സദഖ, നീ നിന്റെ ബക്കറ്റിൽ കോരിക്കൊണ്ടുവന്ന വെള്ളം നിന്റെ സഹോദരന്റെ ബക്കറ്റിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത് ഒരു സദഖയാണ്. ഒരാൾക്ക് ഒരു കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നത് എന്താണ്? ഒരു സദഖയാണ് എന്ന് അബൂദർ ഗിഫാരി റളിയല്ലാഹു പറഞ്ഞു. ഇത് സ്വഹീഹ് ഇബ്നു ഹിബ്ബാനിൽ വന്ന റിപ്പോർട്ടിൽ വബസറുക ലിർറജുലി റദീഇൽ ബസരി ലക സദഖ, ഒരു സാധാരണക്കാരനായ ആളുകളൊന്നും നോക്കാത്ത ഒരു മനുഷ്യനെ നീ ഒന്ന് നോക്കുന്നത് തന്നെ സദഖയാണ്. അയാൾ ആരും നോക്കൂല, സാധു, അയാൾക്ക് സ്വത്തില്ല, അറിയപ്പെടുന്ന കുടുംബമല്ല, വലിയ വീടില്ല, ആരും തിരിഞ്ഞു നോക്കാത്തൊരു സാധു, അയാൾ നിന്റെ അരികിലേക്ക് വരുമ്പോൾ നമ്മൾ അവനൊന്ന് നോക്കുന്നു, വിശേഷങ്ങൾ ചോദിക്കുന്നു, അതൊരു സദഖയാണ്. കാരണം അവന് സാധാരണഗതിയിൽ മനുഷ്യരിൽ നിന്ന് കിട്ടാത്തതാണ്, മുഅ്മിനുകളിൽ നിന്ന് മാത്രമേ കിട്ടൂ. ആളുകൾ പൊതുവെ അടുപ്പം കാണിക്കലൊക്കെ ഇങ്ങനെ കഴിവുള്ളവർ, സ്വത്തുള്ളവർ, പദവിയുള്ളവർ, സൗന്ദര്യമുള്ളവർ, കുടുംബമുള്ളവർ ഇങ്ങനെയൊക്കെ നോക്കിയിട്ടല്ലേ. ഇതൊന്നും ഇല്ലാത്ത ഒരാളൊരു സാധു ഉണ്ടെങ്കിൽ അയാളെ നമ്മൾ നോക്കണം. അയാളെ നോക്കുന്നത് സദഖയാണ്. നമ്മൾ അയാളൊന്ന് പരിഗണിച്ചു, അയാളൊന്ന് ശ്രദ്ധിച്ചു. ആ ശ്രദ്ധിച്ചു എന്നുള്ളത് ഒരു സദഖയാണ് എന്ന് അബൂദർ ഗിഫാരി റളിയല്ലാഹു അൻഹു നിവേദനം ചെയ്യപ്പെടുന്ന ഹദീസ് നമുക്ക് കാണാം. ഇനി ആയിഷ റളിയല്ലാഹു തആല അൻഹയിൽ നിന്ന് പറയാണെന്ത്, ഹഖൈതു ലിന്നബി സല്ലല്ലാഹു അലൈഹി വസല്ലം റജുലൻ, ഞാൻ നബിയോട് ഒരാളെ കുറിച്ച് സംസാരിച്ചു. വഖാല, അദ്ദേഹം പറഞ്ഞു, മാ യസുറുനി അന്നി ഹഖൈതു റജുലൻ വഅന്ന ലി കദാ വകദാ, ഒരു മനുഷ്യനെ കുറിച്ച് അയാൾ ഇന്നതും ഇന്നതുമൊക്കെയാണ് എന്ന് നേരത്തെ പറയുന്നത് ഞാൻ ഇഷ്ടപ്പെടുന്നില്ല. നമ്മളുടെ ചില ആളുകൾക്ക് കുറിച്ച് നമുക്കറിയാലോ മോശക്കാരനാണ്, അപ്പൊ അതറിയാത്ത ഒരാളടുത്തേക്ക് ചെല്ലുമ്പോൾ നമ്മൾ അയാളെ ന്യൂനതകൾ ആദ്യം പറഞ്ഞു കൊടുക്കും. അതിന് എനിക്കിഷ്ടമല്ല. മനുഷ്യന്മാരിലെ ന്യൂനതകളൊക്കെ ഉണ്ടാവും. നമ്മളടുത്തേക്ക് വരുന്ന ഒരാളെ കുറിച്ച് ആദ്യമേ ന്യൂനതകൾ പറഞ്ഞു കൊടുത്താൽ, ഒരു കല്യാണ അന്വേഷണമൊക്കെയാണ് തിരക്കേടില്ല, അപ്പൊ നമുക്ക് ന്യൂനതൊക്കെ ചിലപ്പോൾ പറയേണ്ടി വരും. ഇതല്ല, ആളുകൾക്ക് എന്തേ ന്യൂനത അല്ലാതിരിക്കും. അയാൾ ആദ്യമായിട്ട് ഒരാളെ പരിചയപ്പെടുമ്പം, അപ്പൊ നിങ്ങളുടെ അടുത്തേക്ക് വന്ന ആളുണ്ടല്ലോ, അല്ലെങ്കിൽ വരാൻ പോകുന്ന ആളുണ്ടല്ലോ, അയാൾ നിങ്ങളോടൊക്കെ നല്ല നല്ല നിലക്കൊക്കെ സംസാരിക്കും, പക്ഷെ അയാൾക്ക് ഇന്ന പ്രശ്നങ്ങളൊക്കെ ഉണ്ട് എന്ന് നമ്മൾ മുൻകൂട്ടി ധാരണ ഉണ്ടാക്കി കൊടുക്കുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇഷ്ടപ്പെടുന്നില്ല എന്ന് ആയിഷ ബി പറയണം. അങ്ങനെ അവരറിയുന്ന ഒരാളെ കുറിച്ച് പറയുന്നത് നബിക്ക് ഇഷ്ടമുണ്ടായിരുന്നില്ല എന്ന് പഠിപ്പിച്ചു. മറ്റൊന്ന്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കുടുംബത്തിൽ സഹായങ്ങൾ ചെയ്യുകയും ജോലി എടുക്കുകയും ചെയ്യുമായിരുന്നു. നമ്മുടെ നാട്ടിലെ കുടുംബനാഥന്മാരെ വിചാരം പുറത്തു പോയിട്ട് പണിയെടുത്ത് ശമ്പളമായി വീട്ടിൽ കൊണ്ടുപോയി കൊടുക്കുക എന്നല്ലാതെ എത്ര കഷ്ടപ്പെട്ടാണ്. ഒരു കുട്ടി അങ്ങോട്ട് ബഹളം വെക്കുന്നുണ്ട്, ഒരു കുട്ടി ഇങ്ങോട്ട് എടുക്കുന്നുണ്ടാവും. അങ്ങനെയൊക്കെയാണ് 2-3 പണികൾ ഒരുമിച്ച് ഭാര്യ ചെയ്തതിന് അങ്ങനെ നോക്കി അവിടെ കസേരയിൽ ഇങ്ങനെ ചാരി ഇരിക്കാന്നല്ല. ഞാൻ അത്രയും നേരം പുറത്ത് പണിയൊക്കെ എടുത്തു വന്ന ആളല്ലേ. ഒന്ന് എണീറ്റ് പോയിട്ട് ഏതെങ്കിലും ഒരു കാര്യത്തിൽ ഒരു സഹായം ചെയ്ത് കൊടുക്കുക എന്നുള്ളത് കുറഞ്ഞു വരും. ഞാനങ്ങനെ സഹായം ചെയ്താൽ ഞാനൊരു പെൺകോന്തനായ ഭർത്താവായി പോകുമോ എന്ന് ചിന്തിക്കുന്നവർ പോലും നമ്മുടെ കൂട്ടത്തിലുണ്ട്. നേരെ മറിച്ച് ഭാര്യമാരുടെ അരികിലേക്ക് നമ്മൾ ചെല്ലണം. അവർ പാചകം ചെയ്യുമ്പോൾ നമ്മൾ അവരെ സഹായിക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചപ്പാത്തി കുഴച്ചു കൊടുക്കാറുണ്ട്, ചുട്ടു കൊടുക്കാറുണ്ട്. അതിനൊക്കെ ബാങ്ക് കൊടുത്താൽ എന്തെങ്കിലും നിസ്കരിക്കാൻ പോകും. ഭാര്യമാർ പഠിപ്പിച്ചിട്ടുള്ള കാര്യമല്ലേ. അതേപോലെ തന്നെ ആടിനെ കറക്കും, പുല്ല് ഭക്ഷണം എടുത്ത് ഇട്ട് കൊടുക്കും. നബി എടുത്തിട്ട് കൊടുക്കും. വീട്ടിലുള്ള ആടിന് പുല്ലെടുത്ത് അത്തരം പണികളൊക്കെ നബി ചെയ്യും. നബിയുടെ വസ്ത്രം പിന്നിപ്പോയാൽ നബി തന്നെ അതൊരു നൂലെടുത്തിട്ട് എന്ത് ചെയ്യും? തുന്നും. ഭാര്യയോട് വരുമ്പോഴേക്ക് തേച്ചിട്ട് വെക്കണം എന്ന് പറയല്ല, നബി തന്നെ അത് ചെയ്യും. കുടുംബ ബന്ധങ്ങളിൽ നമ്മൾ പാലിക്കേണ്ട മര്യാദ, ഇതൊക്കെ കേൾക്കുമ്പോൾ ചെറിയ വിഷയമായിട്ട് തോന്നുമെങ്കിലും ഇത് നടപ്പാക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. പക്ഷെ നടപ്പാക്കൽ വാജിബാണ്. ഇത് നമ്മൾ നടപ്പാക്കിയിട്ട് ഈ അദബുകൾ നമ്മൾ എന്ത് ചെയ്യണം? നിലനിർത്തണം.
അനിൽ അസ്വദി റഹിമഹുല്ലാ, അസ്വദിൽ നിന്ന് നിവേദനം, ഖാല അദ്ദേഹം പറഞ്ഞു, സഅൽതു ആയിഷത റളിയല്ലാഹു അൻഹ, ഞാൻ ആയിഷ ബീവിയോട് ചോദിച്ചു, മാ കാന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യസ്നഉ ഫീ ബൈതിഹി, നബി വീട്ടിൽ എന്തൊക്കെ പണിയെടുക്കും? നബിയെ പറ്റി അറിയാനുള്ള ഒരു കൗതുകമുണ്ട്, നബിയെ പറ്റി കൂടുതൽ അറിയില്ല അദ്ദേഹത്തിന്. അദ്ദേഹം ചോദിക്കുകയാണ്, നബിയുടെ ഭാര്യമാരെടുത്ത് വന്നിട്ടാണ് പുതുതായിട്ട് നബിയെ കാണാൻ വരുന്ന ആൾക്കാരൊക്കെ വിശേഷം, എല്ലാവരും നബിയോട് നേരിട്ട്, നബിയോട് ഭയങ്കര ബഹുമാനം കൂടുതലാണല്ലോ, കൂടുതലൊന്നും സംസാരിക്കില്ല. അപ്പം നബിയെ പറ്റി അറിയാൻ അവരെന്താ ചെയ്യുക? നബിയുടെ ഭാര്യമാരെടുത്തു, തങ്ങളുടെ ഉമ്മമാരെടുത്ത് പോകും, എന്നിട്ടാണ് നബിയെ പറ്റി ചോദിക്കുക. അപ്പോൾ ഒരാൾ ഈ അസ്വദ് ആദ്യമായിട്ട് നബിയെ കാണാൻ വന്നപ്പോൾ ചോദിക്കുക, വീട്ടിലൊക്കെ എങ്ങനെയാണ് നബി, എന്തൊക്കെ പണിയെടുക്കും, എന്തൊക്കെ യസ്നൗഫി ബൈത്തി, അദ്ദേഹത്തിന്റെ വീട്ടിൽ എന്തൊക്കെ പ്രവർത്തിക്കും? ഖാലത്ത് റളിയല്ലാഹു അൻഹ, ആയിഷ ബീവി പറഞ്ഞു കൊടുത്തു, യകൂനു ഫീ മിഹ്നത്തി അഹ്ലിഹി, ഭാര്യമാരുടെ തൊഴിലിൽ അദ്ദേഹവും ഉണ്ടാകും. ഫൈദാ ഹളറത്തി സ്വലാത്തു ഖറജ ഇല സ്വലാ, ഭാര്യമാരെന്ത് പണിയെടുത്താലും, അലക്കാണെങ്കിലും ഭക്ഷണം ഉണ്ടാക്കുകയാണെങ്കിലും അതൊക്കെ നബി കൂടും, എന്ത് പണിയെടുത്താലും കൂടും, ബാങ്ക് കൊടുത്താൽ നബി ഇറങ്ങിപ്പോകും എന്നാണ് ആയിഷ ബീവി അദ്ദേഹത്തിന് കൊടുത്ത മറുപടി. ഇനി നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, കുടുംബാംഗങ്ങൾക്കിടയിൽ പൊതുവായ അവരെല്ലാവരെയും ബാധിക്കുന്ന വിഷയങ്ങളിൽ അഭിപ്രായ ഭിന്നതകൾ ഇല്ലാതിരിക്കാൻ വേണ്ടി വളരെ ശ്രദ്ധയോടെ ചർച്ചകൾ നടത്തുകയും ഷൂറ നടത്തുകയും അഭിപ്രായ വ്യത്യാസങ്ങൾ ഇല്ലാതാക്കുകയും വേണം. ഇന്ന് അങ്ങനല്ല, ഞാൻ എൻ്റെ അഭിപ്രായം നടപ്പാക്കും, എൻ്റെ ഭാര്യ അവളുടെ അഭിപ്രായം നടപ്പാക്കും, മക്കൾ അവരുടെ അഭിപ്രായം ഇതൊക്കെ യോജിപ്പിക്കാൻ കഴിയാതുള്ള ഉറക്കമില്ലായ്മയാണ് ഇപ്പം നമ്മുടെയൊക്കെ വീടുകളിൽ നിന്നുള്ളത്. അതല്ല, ഒരേ വിഷയങ്ങളിൽ ഇങ്ങനെ ഭിന്നമായിട്ട് പരസ്പരം നമ്മൾ ഭക്ഷണം കഴിക്കുന്നിടത്ത് പോലും ഒരുമിച്ചിരിക്കൂല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കലും ഉയരത്തിലിരുന്ന് ഭക്ഷണം കഴിച്ചു, അങ്ങനെ ടേബിളിന് മുകളിൽ വെച്ചിട്ട് നബി ഭക്ഷണം, ഹദീസുണ്ട് അങ്ങനെ കഴിക്കാൻ പാടില്ല എന്നല്ല, നബി കഴിക്കുന്ന വിലക്കിയിട്ടൊന്നുമില്ല. നബി ഒരിക്കൽ പോലും കഴിച്ചിരുന്നില്ല. നബി താഴെ വെച്ചിട്ട്, നബി ഒരു തിണ്ടിലിരിക്കും, നിലത്ത് ഭക്ഷണം വെക്കുന്നിട്ട് കഴിക്കും. മനസ്സിലായില്ലേ? വീട്ടുകാർ ഒരുമിച്ചിരുന്ന് കഴിക്കും, പറ്റുമെങ്കിൽ ഒരു പാത്രത്തിലിരുന്ന് കഴിക്കും. അങ്ങനെ ചെയ്യാവുന്നല്ല, അത് അഫ്ളലാണ്, അത് സുന്നത്താണ്. നമ്മൾ ക്യാമ്പിന് വരുമ്പോൾ മാത്രം ഒരു വട്ടപാത്രം ഉണ്ടാക്കിയിട്ട് നമ്മൾ ഒരുമിച്ചിരുന്നാൽ പോരാ, വീട്ടിലും അങ്ങനെയാണ് ഇരിക്കേണ്ടത്. ഇത് ഉമ്മാന്റെ ഭക്ഷണ സമയം ഒന്ന് വേറെ, വാപ്പാൻ്റെത് വേറൊന്ന്, മക്കളത് വേറൊന്ന്. ചിലപ്പോൾ ചില ഉമ്മാർക്ക് ദേഷ്യം വരും, എല്ലാം കൂടി എപ്പോഴാണെന്ന് വെച്ചാൽ കഴിച്ചതൊക്കെ കൊണ്ടേക്കും, ഇവർക്ക് പാത്രം കഴുകണ്ടേ, മറ്റു കാര്യങ്ങളൊക്കെ ചെയ്യണ്ടേ. ഇരുന്നാൽ എന്തൊക്കെ ഇണക്കങ്ങൾ നമുക്കുണ്ടാവും. ആ ഇരുത്തത്തിൽ തന്നെ അള്ളാഹു എന്താണ് നമുക്കൊരു ഇൽഫത്ത്, ഒരു ഇണക്കം തരും. ഒരാൾ അങ്ങോട്ട് തിരിഞ്ഞിരുന്നു, ഒരാൾ അപ്പുറത്തെ മേശം പോയിരുന്നു, ഒരാൾ ഒരു പ്ലേറ്റ് എടുത്ത് അങ്ങോട്ട് പോയി, ഒരാൾ കുറച്ച് കഴിഞ്ഞിട്ട് വന്നു. അപ്പം ഭിന്നിപ്പായി. നമ്മൾ ഭക്ഷണം കഴിക്കുന്നിടത്ത് തന്നെ ഭിന്നിപ്പ്. ഭക്ഷണം കഴിക്കുന്നിടത്ത് നമ്മൾ കഴിവതും ഒരുമിച്ചിരിക്കണം. വീട്ടിൽ ഒരേ സമയത്ത് പ്രധാന ഭക്ഷണങ്ങൾ കഴിക്കുന്ന സാഹചര്യം ഉണ്ടാവണം, നമ്മൾ ഉണ്ടാക്കിയെടുക്കണം. അതിന് വാപ്പയമ്മയും മുൻകൈ എടുക്കണം. അതിനില്ലെങ്കിൽ ഉണ്ടാവും, മിക്കവാറും വീടുകളൊക്കെ ഉണ്ട്, കുറച്ച് അംഗങ്ങൾക്കുള്ള വീടുകൾ അതുണ്ടാവും. കുറച്ച് അംഗങ്ങളുടെ വീട്ടിൽ പോലും അത് പലപ്പോഴും നടക്കുന്നില്ല. അപ്പോൾ വേറെ എന്തെങ്കിലും പണി, ഞാൻ ഇതും കൂടി കഴിട്ട്, എൻ്റെ ഈ പണി കൂടി കഴിഞ്ഞിട്ട് ഞാൻ വരങ്ങൾ കഴിച്ചോളി അറിയും. അങ്ങനെ പറഞ്ഞ് ശീലിക്കുന്നതിന് പകരം ഒരേ സമയത്ത് ഒരുമിച്ചിരുന്ന് പറ്റുമെങ്കിൽ ഒരേ പാത്രത്തിൽ തന്നെ ഭക്ഷണം കഴിക്കാൻ ശീലിക്കുക. കഴിവതും നമ്മൾ ടേബിളിൽ വെക്കൽ അനുവദനീയമാണ്, പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട്. ഹറാമൊന്നുമല്ല, വിലക്കിയിട്ടൊന്നുമില്ല. കഴിവതും താഴെ ഇരുന്ന് കഴിക്കുക. എന്നാൽ താഴെ ഇരിക്കുന്നതിലൊരു വിനയമുണ്ട്, നമുക്ക് നമ്മുടെ സ്വഭാവത്തിലൊരു വിനയം വരും. അത് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും പകരാൻ പറ്റും. പിന്നെ ഓരോരുത്തരുടെയും ആവശ്യങ്ങളും പ്രശ്നങ്ങളും ഒക്കെ മനസ്സിലാവും. ഇത് മക്കൾ ഏത് ക്ലാസ്സിലാണ് പഠിക്കുന്നത് അറിയാത്ത വാപ്പാരൊക്കെ ഉണ്ട്. ഇപ്പം എന്നോട് ഏതൊരു മോൻ്റെ പേര് പറഞ്ഞ നേരത്ത്, പിന്നെ എത്രാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്, ഇപ്പോൾ ഡോക്ടർമാരടുത്ത് കൊണ്ടുപോകുമ്പോൾ എത്ര വയസ്സായി നോക്കുമ്പോൾ കണക്കൂട്ടി വെക്കേണ്ടി വരും, അല്ലെങ്കിൽ ഭാര്യനെ ഫോൺ ചെയ്യേണ്ടി വരും. അത് അറിയാതിരിക്കുന്ന ഒരു കുറ്റമായിട്ട് പറയല്ല, എന്നൊക്കെ നമ്മളെപ്പോൾ അറിയും. നമ്മൾ അവരുമായിട്ട് ഓരോന്നിലും പങ്കെടുത്തുകൊണ്ട് പോവുക. ബന്ധങ്ങൾ. അപ്പം പിന്നെ കുട്ടികൾ ഇങ്ങനെ റോട്ടുമെന്ന് കാണുന്നവരെ വേക്കൽ പിന്നെ എനിക്ക് അവനെ കെട്ടിച്ചേർന്നാണ് പോകുന്നില്ല. നമ്മളിങ്ങനെ ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുന്ന വാപ്പയമ്മയും മക്കളാണെങ്കിൽ നമ്മൾ ഓരോ പാട്ടിന് വിട്ട് നമ്മളെ പാട്ടിന് പോയി. അപ്പോൾ അവരെ പാട്ടിന് പറ്റിയ ഒരുത്തനും അവൾ കണ്ടുപിടിച്ചു, അവന് പറ്റിയ ഒരുത്തിനും അവൻ കണ്ടുപിടിച്ചു. എന്നിട്ട് ദീനുമായിട്ട് ബന്ധമില്ലാത്ത ആളുകളൊക്കെ നമ്മളെ വീട്ടിൽ കയറി വരാൻ തുടങ്ങി. പിന്നെ കുടുംബങ്ങൾ നല്ലവർക്ക് പോവോ? ഇല്ല. പരലോകത്ത് രക്ഷപ്പെടുവോ? ഇല്ല. അങ്ങനെ വ്യഭിചാരം വിവാഹത്തിന്റെ മറയിലൂടെ നടക്കപ്പെടുന്ന ഒരു സാഹചര്യം നമ്മുടെ നാട്ടിൽ വരുന്നു. വ്യഭിചാരം ഇല്ലാണ്ടാക്കാനാണ് വിവാഹം. ഇത് വ്യഭിചാരം തന്നെ നമ്മൾ എന്ത് ചെയ്യാണ്, വിവാഹമായി പരിഗണിക്കുന്ന ഒരു തെറ്റായ അവസ്ഥകൾ പോലും നമ്മുടെ നാട്ടിലേക്ക് എത്തിച്ചേരും. ഇതിനൊക്കെ രക്ഷാമാർഗം എന്താണ്? നമ്മൾ ഒരുമിച്ചിരിക്കണം. കേൾക്കാൻ ചെറിയ സംഗതിയാണ്, പക്ഷേ ഇത് നടപ്പാക്കുക നമ്മുടെ പ്രധാനപ്പെട്ട ഒരു ബാധ്യതയാണ്. നമ്മളിപ്പോൾ ഒരുമിച്ചിരുന്ന ഭക്ഷണം നമുക്ക് എന്തോ ആയത്തുണ്ട്. എല്ലാവരും ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുമ്പോൾ അതിൻ്റെ അപ്പോൾ വീട്ടുകാർ ഒരുമിച്ചിരിക്കുമ്പോൾ നമ്മൾ നാട്ടിൽ നടപ്പാക്കേണ്ട എല്ലാ കാര്യവും എവിടെയാണ്? അതുകൊണ്ട് നമ്മൾ ഈ ക്യാമ്പ് കഴിഞ്ഞ് പോയി തീരുമാനിക്കണം, ഇന്ന് രാത്രിയെ ഞങ്ങൾ ഒരുമിച്ചിരുന്ന ഭക്ഷണം. ഒരാളെയും വിടുന്നില്ല. ഒരാൾക്ക് തിരക്കാണെങ്കിൽ ശരി, അവൻ്റെ തിരക്കൂടെ കഴിയട്ടെ, നമുക്ക് ഒരുമിച്ചിരിക്കാം. എപ്പോഴാണ് ചേർന്ന് കഴിച്ചോട്ടെ, എനിക്ക് വിശക്കുന്നുണ്ട്, ഞാൻ കഴിക്കുകയാണ് എന്ന് പറയുന്നതിന് പകരം, മാത്രമല്ല മറ്റുള്ളവരുടെ പ്രശ്നങ്ങൾ ഇവരും അറിയണം.
കാരണം എൻ്റെ ഈ ആവശ്യം കുറച്ച് നീട്ടിവെക്കും, ഞാൻ അവരെ കൂടെ ഇരിക്കട്ടെ. അപ്പം വീട്ടുകാർ ഒരുമിച്ചിരിക്കുക, ഭക്ഷണം കഴിക്കാൻ ഒരുമിച്ചിരിക്കുക, സാധിക്കുമെങ്കിൽ ഒരു പ്ലേറ്റിനകത്തിരിക്കുക, എന്നിട്ട് അതിൻ്റെ മര്യാദകളൊക്കെ പാലിച്ചിട്ട് നമ്മൾ ഇരിക്കണം. അവിടെ ഭക്ഷണം ഒരുമിച്ച് കഴിക്കുക എന്നതിലെ ബറക്കത്ത് മാത്രമല്ല, നമ്മുടെ ഹൃദയങ്ങൾക്കകത്തുള്ള ഇണക്കം കൂടി അള്ളാഹുവിൻ്റെ വാഗ്ദാനമാണ്. അത് നമുക്ക് ലഭിക്കണം. അപ്പോൾ നമ്മൾ കുടുംബങ്ങളിൽ പാലിക്കേണ്ട മര്യാദകളിൽപ്പെട്ട ഒന്നാണ് നമ്മൾ ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുക എന്നുള്ളത്. ആ ഇരുത്തത്തിൽ തന്നെ നമ്മുടെ അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ ചിലപ്പോൾ നമുക്ക് ഇല്ലാതൊക്കെ, ഭക്ഷണം കഴിക്കുമ്പോൾ മിണ്ടാൻ പാടില്ല എന്നൊന്നുമില്ല, ശ്വാസം പിടിച്ചിരിക്കും, മിണ്ടാൻ പാടില്ല, സലാം പറഞ്ഞാൽ മടക്കാൻ പാടില്ല എന്നൊക്കെ ധാരണ ഉണ്ട്. അതൊക്കെ വെറുതെ പറയാം, അത്യാവശ്യ കാര്യങ്ങളൊക്കെ പറയാം. ഭക്ഷണം മറന്നുകൊണ്ട് വർത്താനം പറയണം, പ്രസംഗിക്കാൻ നിൽക്കണ്ട. ഭക്ഷണത്തിന് പ്രാധാന്യം കൊടുക്കുക, അത്യാവശ്യ കാര്യങ്ങളൊക്കെ പറയാം. അതിനിടക്കാണ് ഓരോരുത്തർ ആവശ്യങ്ങളൊക്കെ പറയുന്നത്, അങ്ങോട്ടും ഇങ്ങോട്ടും വാപ്പാനോട് പറയാനുള്ളത്, വാപ്പൊക്കെ മക്കളോട് പറയാനുള്ളത്, അതൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കും. അപ്പോഴേ നമ്മളെല്ലാം അറിയുള്ളൂ അങ്ങോട്ടും ഇങ്ങോട്ടും. ഉപ്പാക്ക് ഇത്രയും പ്രയാസമുള്ള അസുഖങ്ങളുണ്ടോ അല്ലെങ്കിൽ സാമ്പത്തികമായി ബുദ്ധിമുട്ടുണ്ടെന്ന് പല മക്കൾക്കും അറിഞ്ഞൂടാ. കാരണം വാപ്പ മക്കളെ വിഷമിക്കണ പറയാതിരിക്കുകയാണ്. നമ്മൾ എന്തെങ്കിലും ഒന്ന് പങ്കുവെക്കുമ്പോഴാണ് മനസ്സിലായില്ല. അപ്പം ഉപ്പാനെ ഞാൻ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകേണ്ടതുണ്ട്, വാപ്പാനെ കൊണ്ട് അല്ലെങ്കിൽ അത് ചെയ്യേണ്ടതുണ്ട്, മരുന്ന് വാങ്ങിച്ചു കൊടുക്കേണ്ടതുണ്ട്, സാമ്പത്തികമായിട്ട് സഹായിക്കേണ്ടതുണ്ട്. ഇതൊക്കെ തയ്യാറാണെങ്കിൽ പോലും പലപ്പോഴും നടക്കാറില്ല. എന്തുകൊണ്ട്? നമ്മൾ അറിയാത്തതുകൊണ്ട്. സ്വന്തം വീട്ടിനകത്തിരിക്കുന്നവർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടുള്ള ആവശ്യങ്ങളും പ്രശ്നങ്ങളും അറിയില്ല. ഭാര്യയ്ക്ക് എവിടെയാണ് വേദന, കാലിനാണോ വേദന, നടുവിനാണോ വേദന എന്നറിയാത്ത ഭർത്താക്കന്മാരുണ്ട്. ഒക്കെ ഇത് സുഖമല്ലോ, ഇങ്ങനെ പറയണേക്കാം വേദനയാണ് എന്ന് പറയണേക്കാം. അങ്ങനെ നമ്മൾ തമ്മിൽ ബന്ധം ഉണ്ടാവേണ്ടത് അതല്ല. അപ്പം നമുക്ക് ഊഷ്മളമായ ബന്ധം ഭാര്യ ഭർത്താക്കന്മാർ ദമ്പതികൾക്കിടയിൽ ഉണ്ടായിരിക്കണം. മാതാപിതാക്കളും മക്കളും തമ്മിൽ ഉണ്ടായിരിക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഖൈറുക്കും ലി അഹ്ലിഹി വ അന ഖൈറുക്കും ലി അഹ്ലി. നിങ്ങളിൽ ഉത്തമർ നിങ്ങളുടെ ഭാര്യമാരോട് ഉത്തമമായി പെരുമാറുന്നവരാണ്, ഞാൻ എൻ്റെ ഭാര്യമാരോട് ഉത്തമമായി പെരുമാറുന്നവനാണ്. നബി പഠിപ്പിക്കുക. നിങ്ങൾ ഉത്തമനാരാ? നിങ്ങൾ ഉത്തമന എല്ലാ ഖുർആൻ ക്ലാസ്സിനും ഒന്നാം സഫിലിരിക്കുന്ന ആളല്ല, എല്ലാ വഖത്തിനും നിസ്കരിക്കുന്ന ആൾ, അവരൊക്കെ ഉത്തമർ തന്നെ. നിങ്ങളിൽ ഉത്തമൻ നിങ്ങളുടെ കുടുംബത്തോട് മര്യാദയ്ക്ക് പെരുമാറുന്ന ആളാണ്. ഖൈറുക്കും ലി അഹ്ലിഹി വ അന ഖൈറുക്കും മിൻ അഹ്ലി. ഞാൻ ലി അഹ്ലി എന്താണ്? ഞാൻ എൻ്റെ കുടുംബത്തോട് ഏറ്റവും നന്നായി പെരുമാറുന്ന ആളാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. അടുത്തതായി നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, കുടുംബത്തിലെ രഹസ്യങ്ങൾ പുറത്ത് പ്രചരിക്കാതിരിക്കാൻ നോക്കണം. ഇപ്പോൾ ഭാര്യമാരുടെ എന്തെങ്കിലും ന്യൂനത അല്ലെങ്കിൽ ഭാര്യ വീട്ടുകാരുടെ എന്തെങ്കിലും ന്യൂനത അത് നമ്മൾ സുഹൃത്തുക്കളോടൊക്കെ പോയി പറയേണ്ട ആവശ്യമുണ്ടോ? ചില ആൾക്കാർ അത് ക്രെഡിറ്റ് ആയിട്ട് പറയും, ഭാര്യൻ്റെ മുന്നിൽ തന്നെ പറയും. ഇവിടെ വാപ്പുണ്ട്, എന്തൊക്കെയൊരു അമ്മോശുണ്ട്, അയാളുടെ സ്വഭാവം എന്താ അറിയോ എന്ന് നമ്മളെ ഫ്രണ്ട്സിനോട് പറയും. പാടില്ല. വീട്ടിലുള്ളവർക്ക് വിഷമമുണ്ടാക്കുന്ന കാര്യങ്ങൾ, അവരുടെ കുടുംബത്തിൻ്റെയോ വ്യക്തികളുടെയോ ന്യൂനതകൾ നമ്മൾ പരസ്യപ്പെടുത്താൻ പാടില്ല. ഭർത്താവിൻ്റെ വീട്ടുകാരത് ഭാര്യ വീട്ടുകാരെന്ത് ചെയ്യാൻ പാടില്ല? പരസ്യപ്പെടുത്താൻ. തമ്മിൽ തെറ്റിയാലും പരസ്യപ്പെടുത്താൻ പാടില്ല. പരസ്യപ്പെടുന്ന ക്രിമിനൽ അവസ്ഥയിലൊക്കെ ഉള്ള ആളുകളെ ബോധ്യപ്പെടുത്തുക എന്നല്ലാതെ മാനുഷികമായി സംഭവിക്കുന്ന ന്യൂനതകളൊക്കെ ഒരിക്കലും എന്ത് ചെയ്യരുത്. ചില ആളുകളൊക്കെ പരസ്പരം തമ്മിൽ തെറ്റിയാൽ അയാൾ പുറത്തൊരു മാന്യമായ അവസ്ഥയിലായിരിക്കും, അയാളുടെ ന്യൂനത ഭാര്യക്കറിയാം. അത് പുറത്തുപോയി മറ്റുള്ളവരോടൊക്കെ പങ്കുവെക്കുന്ന സമയത്ത് അപമാനമാണ് ഏറ്റുവാങ്ങേണ്ടി വരുന്നത്. ഭർത്താവിൻ്റെ നാവ് കൊണ്ട് ഭാര്യയോ അവളുടെ വീട്ടുകാരോ, ഭാര്യയുടെ നാവ് കൊണ്ട് ഭർത്താവോ അവളുടെ വീട്ടുകാരോ അപമാനിക്കപ്പെടുന്ന സാഹചര്യം ഉണ്ടാകാതിരിക്കാൻ നല്ല യത്നം നടത്തണം. പറയല്ലാതെ രക്ഷല്ല എന്ന് തോന്നിയാൽ പോലും വളരെ സൂക്ഷിക്കേണ്ടതുണ്ട്. അതുകൊണ്ട് നമ്മൾ രഹസ്യങ്ങൾ സൂക്ഷിക്കണം. കുടുംബങ്ങൾക്കിടയിൽ നമ്മൾ പാലിക്കേണ്ട ഒരു മര്യാദയാണെന്ന്, ഭാര്യയുടെയും അവരുടെ വീട്ടുകാരുടെയും പോരായ്മകൾ നമ്മളിലൂടെ പുറത്തു പ്രചരിക്കാതിരിക്കണം. ഭർത്താവിൻ്റെയും അവരുടെ വീട്ടുകാരുടെയും ന്യൂനതകൾ ഭാര്യമാരിലൂടെ അവരുടെ ഫ്രണ്ട്സിനോട്, അയൽവാസികളോട്, മറ്റുള്ളവരോടൊക്കെ ചില ആൾക്കാർ പറയും. മനസ്സിലായില്ലേ? ഭർത്താവിൻ്റെ ന്യൂനത തന്നെ ചില ആൾക്കാർ പറഞ്ഞു കളയും. ചില ആൾക്കാർ അടുത്ത ഫ്രണ്ട്ഷിപ്പൊക്കെ ഉറപ്പിക്കൽ എങ്ങനെ അറിയോ? ഭർത്താവിൻ്റെ ന്യൂനതൊക്കെ ഞാൻ ഫ്രണ്ടിനോട് പോയി പറഞ്ഞാൽ ഫ്രണ്ട്ഷിപ്പ് ഉറപ്പായി. ഇയാളെ ന്യൂനത പറഞ്ഞില്ലേ, ഇയാളെ കാണുമ്പോൾ മറ്റുള്ളവർ ചിന്തിക്കൂലേ? അപ്പം എന്താണ് അത് കൂടുതൽ ചിന്തിക്കാതെ പ്രവർത്തിക്കുന്ന വീട്ടിലുള്ള ന്യൂനതകൾ അത് നമ്മൾ അതിൻ്റെ അകത്തുനിന്ന് തിരുത്തുക. ഇനി പുറത്തുള്ളത് തിരുത്താൻ പറ്റുമെങ്കിൽ ആ തിരുത്തേണ്ട ആളുകളോട് മാത്രം പങ്കുവെക്കുക. ഒരാളുടെ വീട്ടിൽ ഒരു ന്യൂനതയോ ഒരു പ്രശ്നമോ ഉണ്ടായാൽ അത് നാട്ടുകാർ മുഴുവൻ അറിയുന്ന സാഹചര്യം ഉണ്ടാക്കുന്നത്, മനഃപൂർവ്വം ഉണ്ടാക്കുന്നത് ആരാണെങ്കിലും അയാൾ റബ്ബിനോട് മറുപടി പറയേണ്ടി വരും. ഒരു പ്രശ്നം പരിഹരിക്കേണ്ട മസ്ലഹത്തിനൊക്കെ വരുന്ന ഉത്തരവാദപ്പെട്ടവരോട് ചില കാര്യങ്ങളൊക്കെ ചിലപ്പോൾ അത് നമ്മൾ സൂക്ഷിക്കണം. അത്യാവശ്യമുള്ളത് പറയാം, ചിലതൊക്കെ നമ്മൾ സൂചനകൾ കൊണ്ട് മാത്രം പറയാം.
മനസ്സിലായില്ലേ? മറ്റൊരാളങ്ങനെ വഷളാക്കിയിട്ട് ഭർത്താവ് ഭാര്യയെ വഷളാക്കി സംസാരിച്ചിട്ട് എന്ത് കിട്ടാനാ? ഭാര്യ ഭർത്താവിനെ വഷളാക്കി സംസാരിച്ചിട്ട് എന്ത് കിട്ടാനാ? മക്കൾ വാപ്പാരന്മാരെ കുറിച്ച് മോശമായി സംസാരിച്ചിട്ട് എന്ത് കിട്ടാനാ? തിരിച്ച് സംസാരിച്ചിട്ട് എന്ത് കിട്ടാനാ? ഇത് ചെറിയ കാര്യം, ഇതൊക്കെ നമ്മുടെ നാട്ടിൽ നടക്കുന്ന കാര്യങ്ങളാണ്. പരസ്പരം വഷളാക്കുക എന്നുള്ളത്. ബന്ധുമിത്രാദികൾ പരസ്പരം കളിയാക്കുന്നു, ചെറുതാക്കുന്നു, അപമാനിക്കുന്നു. ഇത് വളരെ സൂക്ഷിക്കണം. അപ്പോൾ ഗീബത്തും നമീമത്തും ഒക്കെ നമ്മൾ ആദ്യം ശ്രദ്ധിക്കേണ്ടത് സ്വന്തം വീട്ടിലാണ്. വീട്ടുകാരുടെ ന്യൂനത പറഞ്ഞാലും അതിന് ഗീബത്ത് തന്നെ പേര്. ഭാര്യൻ്റെ ഒരു കുഴപ്പം നമ്മൾ നാട്ടിലൊരാൾ പോയിട്ട് പറഞ്ഞാൽ അതിൻ്റെ പേരിനെന്താണ്? ഗീബത്ത് എന്നാണ്. തിരിച്ച് അവൾ പറഞ്ഞാലും അതിൻ്റെ പേരെന്താണ്? ഗീബത്ത്. ഗീബത്ത് എന്ന് പറഞ്ഞാൽ പച്ചയിറച്ചി എന്നലാണ്, വലിയ കുറ്റമാണ്. നരകത്തിലും ഖബറിലുമൊക്കെ കഠിനമായ ശിക്ഷയ്ക്ക് വിധേയമാകുന്ന കുറ്റമാണ് എന്നുകൂടി നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അപ്പോൾ എന്തെങ്കിലും മോശമായ കാര്യങ്ങൾ അഥവാ രഹസ്യങ്ങൾ അത് പരസ്യപ്പെടുത്താതിരിക്കുക എന്നുള്ളത് പാലിക്കേണ്ട ഒരു മര്യാദയാണ്. ദമ്പതികൾക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൊടുത്ത നിർദ്ദേശം പോലും അതാണ്. ഭാര്യാഭർത്താക്കന്മാർ തമ്മിൽ അവരുടെ രഹസ്യം, കിടപ്പറയിലെ കാര്യങ്ങളൊക്കെ കൂട്ടുകാരിലേക്ക് നിങ്ങൾ പരസ്യപ്പെടുത്തരുത്. വളരെ വൃത്തികെട്ടവരും മ്ലേച്ഛന്മാരുമായിട്ടാണ് അത്തരം ആളുകളെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിശേഷിപ്പിച്ചിരിക്കുന്നത് എന്ന് കാണാൻ സാധിക്കും. നബി പറഞ്ഞു, ഇദാ അറാദല്ലാഹു ബി അഹ്ലി ബൈത്തിൻ ഖൈറൻ അദ്ഖല അലൈഹിം റിഫ്ഖ. അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരാൾക്ക് തന്റെ കുടുംബാംഗങ്ങളോട് നന്മ ഉദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ അയാൾക്ക് ആദ്യം അല്ലാഹു റിഫ്ഖ് കൊടുക്കും, സൗമ്യത. ഒരാൾ കുടുംബത്തിനോട് നന്നായി പെരുമാറണം എന്ന് അല്ലാഹു നിശ്ചയിച്ചാൽ അയാൾക്ക് അല്ലാഹു കൊടുക്കുന്ന ഗുണം എന്താണ്? റിഫ്ഖ്, സൗമ്യത. അപ്പൊ നമുക്ക് സൗമ്യതയാണ് യോഗ്യത, പരിഷതയല്ല എന്ത്? യോഗ്യത. ഇതാണ് നമ്മൾ ഈ പറഞ്ഞു വന്നതിൻ്റെ ഒക്കെ ചുരുക്കം എന്ന് കാണാനായിട്ട് സാധിക്കും. ഇനി പരസ്പരം തമാശ പറയൽ. തമാശ പറയുന്നത് ഒരു വാപ്പാന്റെയും സ്ഥാനം കുറയ്ക്കൂല. ചിരിപ്പിക്കുക, കളവ് പറഞ്ഞ് ചിരിപ്പിക്കുക. കളവ് പറയാൻ പാടില്ല. ഉള്ളത് പറഞ്ഞിട്ടോ ചില തമാശകളൊക്കെ പങ്കുവച്ചിട്ടോ ചില സന്ദർഭങ്ങളൊക്കെ തമാശയിലൂടെ കൈകാര്യം ചെയ്തിട്ടോ ഒക്കെ ഭാര്യമാരും മക്കളൊക്കെ ചിരിക്കാനുള്ള അവസരം ഉണ്ടാക്കണം. മനഃപൂർവ്വമല്ല, നമ്മളങ്ങനെ ശീലിക്കണം. നർമ്മ സംഭാഷണങ്ങൾ, അതേപോലെ തന്നെ തമാശ പറയൽ, ഹലാലായ തമാശകൾ പറയൽ, സൗമ്യതയോടുകൂടി പെരുമാറൽ, കുട്ടികളൊക്കെ വരുമ്പോൾ അവരെ ചുംബിക്കുക, അങ്ങനത്തെ കാര്യങ്ങൾ അല്ലേ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പേരക്കുട്ടി വന്നപ്പോൾ ചുംബിച്ചപ്പോൾ നബിയുടെ സദസ്സിലിരിക്കുന്ന ഒരു അറാബി, എനിക്ക് 10 മക്കളുണ്ട്, ഒരാളെപ്പോലും ഞാൻ ഇന്ന് വരെ ചുംബിച്ചിട്ടില്ല. അപ്പം നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, അള്ളാഹു ഒരാളുടെ ഹൃദയത്തിൽ നിന്ന് കാരുണ്യം എടുത്തു കളഞ്ഞാൽ ഞാൻ എന്ത് ചെയ്യാണ്? ഇപ്പം നമുക്ക് കാരുണ്യം ഉണ്ടെങ്കിൽ നമ്മളെ മക്കളെയും പേരക്കുട്ടികളൊക്കെ എന്ത് ചെയ്യണം? ചുംബിക്കണം, മടിയിലിരുത്തണം. കുറച്ച് മുതിർന്നവരാണെങ്കിൽ നെറ്റിയിൽ ചുംബിക്കണം, കുട്ടികളാണെങ്കിൽ കവളത്ത് ചുംബിക്കണം. മനസ്സിലാവുന്നുണ്ടോ? അപ്പം ആ രൂപത്തിൽ നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ പരസ്പരം സല്ലാപങ്ങൾ, ഇതേപോലെ ഭാര്യാഭർത്താക്കന്മാർ തമ്മിലുള്ള സല്ലാപങ്ങളും ഉണ്ടായിരിക്കണം. സ്വന്തം വീട്ടിനകത്ത് അന്യന്മാരെ പോലെ ഇരിക്കേണ്ട കാര്യം മക്കൾ കാണുന്നൊക്കെ വിചാരിച്ചിട്ട് ഒന്ന് സ്പർശിക്കുക എന്നുള്ളത്, ചിരിച്ച് വർത്താനം പറയാന്നുള്ളതും തോണ്ടലും പിടിക്കലൊക്കെ ഉണ്ടല്ലോ. ഇത് കാമുകന്മാർക്ക് ചെയ്യാനുള്ള, അത് നരകത്തിലേക്ക് പോവുക. ഇത് ഭാര്യ ഭർത്താക്കന്മാർ ചെയ്യാനുള്ളതാണ്. മനസ്സിലായില്ലേ? ഭർത്താവിന് വേണ്ടി ഒരുങ്ങുക, നല്ല മുന്തിയ നല്ല അഴകുള്ള വസ്ത്രങ്ങൾ, അത് റോട്ടിലേക്ക് പോകുമ്പോഴും കല്യാണത്തിന് മുമ്പ് കൊടുക്കാനല്ല, ഭർത്താവിനെ കിടപ്പറയിൽ സ്വീകരിക്കാനാണ് ഏറ്റവും നല്ല മനോഹരമായ വസ്ത്രങ്ങൾ ഭാര്യമാർ ധരിക്കേണ്ടത്. എൻ്റെ ഭാര്യ എനിക്ക് വേണ്ടി ഏറ്റവും നല്ല വസ്ത്രങ്ങൾ ധരിക്കുന്നത് ഇഷ്ടപ്പെടുന്നത് പോലെ ഞാൻ എൻ്റെ ഭാര്യയ്ക്ക് വേണ്ടി നല്ല മുന്തിയ നല്ല സൗന്ദര്യമുള്ള വസ്ത്രങ്ങൾ ധരിക്കാൻ ഇഷ്ടപ്പെടുന്നുവെന്ന് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയാറുണ്ട്. അദ്ദേഹം എന്നിട്ട് നല്ല വസ്ത്രം ധരിച്ചിട്ടേ പോകുള്ളൂ. മനസ്സിലായില്ലേ? വീട്ടിലെ ഏറ്റവും പഴകിയ വസ്ത്രമല്ല കിടപ്പറയിൽ ധരിക്കേണ്ടത്. കിടപ്പറയിൽ ധരിക്കാനാണ് മികച്ചത്. അത് പ്രായമൊന്നും അതിനൊരു വിഷയമല്ല. അതാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്? ശ്രദ്ധിക്കേണ്ടത്. സല്ലാപം, ഭാര്യാഭർത്താക്കന്മാർ തമ്മിലുള്ള സല്ലാപം, ഇതൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൃത്യമായി പഠിപ്പിച്ചുള്ള കാര്യമാണ്. ദമ്പതികൾ അവരുടെ കിടപ്പറയിൽ പാലിക്കേണ്ട മര്യാദകൾ പറഞ്ഞിട്ടുണ്ട്. ബിസ്മില്ല എന്ന് പറയൽ വാജിബാണ്. പലർക്കും ബിസ്മില്ല ഓർമ്മ ഉണ്ടാവില്ല. ബിസ്മില്ല എന്ന് പറയണം. ദാമ്പത്യ ബന്ധത്തിൽ നമ്മൾ എന്ത് ചെയ്യണം? ഭാര്യ ഭർത്തൃ ബന്ധത്തിന് മുമ്പ് ബിസ്മില്ല, അല്ലാഹുമ്മ ജന്നിബിന ശൈത്താൻ വ ജന്നിബി ശൈത്താന മാ റസഖതന. അതിന് കുട്ടികൾ ഉണ്ടാവില്ല എന്ന് ഉറപ്പാണെങ്കിലും അത് ചൊല്ലണം. കാരണം റിസ്ക് എന്ന് പറഞ്ഞാൽ കുട്ടി മാത്രമല്ല, ഭാര്യാഭർത്തൃ ബന്ധത്തിലൂടെ അള്ളാഹു പല നിലക്കുള്ള സന്തോഷങ്ങളും നമുക്ക് ലക്ഷ്യം വെച്ചിട്ടുണ്ട്. അത് കിട്ടാൻ വേണ്ടി നമ്മൾ റബ്ബിനോട് എന്ത് ചെയ്യണം? ദുആ ചെയ്യണം, ബിസ്മില്ല എന്ന് നമ്മൾ പറയണം. മനസ്സിലായില്ല? അംബാസഡറെ അയക്കണം എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്നതിന് മുമ്പ് ഭാര്യയെ പ്രാപ്തയും സജ്ജയുമാക്കണം. എൻ്റെ കാര്യം മാത്രം ശ്രദ്ധിച്ചു പോവുക എന്നുള്ളത് പാടുള്ളതല്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. നിന്റെ ആവശ്യം കഴിഞ്ഞാലും നിന്റെ ഭാര്യ കൂടി സന്തോഷിക്കുകയും സംതൃപ്തയാവുകയും ചെയ്തിരിക്കുന്നു എന്ന് നീ ഉറപ്പുവരുത്തണം എന്ന് ദാമ്പത്യത്തെക്കുറിച്ച് പരസ്യമായി തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. അത് ഭർത്താക്കന്മാരുടെ ബാധ്യതയാണ്. അപ്പൊ സല്ലാപങ്ങൾ, എല്ലായിടത്തും സന്തോഷങ്ങളും എന്താണ്, നമ്മളത് കുടുംബങ്ങളിൽ നിലനിർത്തേണ്ടതുണ്ട്.
ഇതൊക്കെ നമ്മൾ പാലിക്കണം. ഇതൊക്കെ നമ്മൾ വരണ്ട ജീവിതമാണ് പലരും നയിച്ചുകൊണ്ടിരിക്കുന്നത്. എന്നിട്ട് പരസ്പരം ആരോട് പറയും? ഈ കുടുംബ രഹസ്യങ്ങളൊക്കെ ആരോടെയും പറയാൻ പറ്റുമോ? അതുകൊണ്ട് ഇങ്ങനെ സഹിച്ചു പോയി കൊല്ലങ്ങളായി പിന്നെ നന്നാക്കാൻ പറ്റാതായി ഇതിൽ നല്ല പിരിഞ്ഞു പോലല്ലേ. അപ്പം ആ ഒരു അവസ്ഥയിലേക്ക് വരാതിരിക്കാൻ എപ്പോഴും ഊഷ്മളമായി കാര്യങ്ങളൊക്കെ തുറന്ന് സംസാരിച്ച് പ്രയാസങ്ങൾ എന്താണ്, ആവശ്യങ്ങൾ എന്താണ്, ഓരോ രംഗത്തുമുള്ള ആവശ്യങ്ങളും പ്രശ്നങ്ങളും പ്രയാസങ്ങളും ഒക്കെ പരസ്പരം പങ്കുവച്ചും അത് ഹലാലായ രൂപത്തിൽ പരിഹരിച്ചുകൊണ്ടും മുന്നോട്ട് പോകാൻ സാധിക്കണം എന്നുള്ളത് കുടുംബ ബന്ധങ്ങളിൽ നമ്മൾ സൂക്ഷിക്കേണ്ട ഒരു കാര്യമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൊച്ചു കുഞ്ഞുങ്ങളോട് പോലും കുട്ടികളെ പോലെ തന്നെ പെരുമാറും. ചെറിയ പ്രസവിച്ച് മുലപ്പാൽ കുടിക്കുന്ന കുട്ടികളൊക്കെ വന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നാവ് ഇങ്ങനെ പുറത്തേക്ക് നീട്ടും. ലയുഹ്ലഊന്നാണ്, അദ്ദേഹം നാവ് ഇങ്ങനെ ഇളക്കും. എന്നാണ് ഇങ്ങനെ ഇളക്കും നാവുകൊണ്ട്. കുട്ടികൾ ഇങ്ങനെ നോക്കിച്ചിരിക്കും. നിങ്ങളൊന്ന് ചെറിയ കുട്ടികളെടുത്തിട്ട് നാവ് കുട്ടികളൊക്കെ കുട്ടികൾ ചിരിക്കും. നമുക്കത് മനസ്സിലാവില്ല, നമുക്ക് എന്തോ ഒരു കോപ്പറായിട്ട് തോന്നും, അവർക്കതൊരു തമാശയായിട്ട് തോന്നും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൊച്ചു കുഞ്ഞുങ്ങളെ കാണുമ്പോൾ നാവ് പുറത്തേക്കിട്ട് ഇങ്ങനെ ഇളക്കി കാണിക്കും. കുട്ടികളെ കളിപ്പിക്കണം, മനസ്സിലായില്ലേ? കുട്ടികളെ കളിപ്പിക്കണം. പ്രത്യേകിച്ച് പേരക്കുട്ടികളെ ചെറിയ കുട്ടികളൊക്കെ നമ്മൾ എന്ത് ചെയ്യണം? നന്നായിട്ട് കളിപ്പിക്കണം എന്ന് പഠിപ്പിച്ചിട്ടുണ്ട്. അത് നമ്മൾ ചെയ്യണം. മറ്റൊന്ന് സമ്മാനങ്ങൾ കൈമാറുക എന്നതാണ്. നമ്മൾ പഠിച്ചത് തഹാദു തഹാബു, നിങ്ങൾ സമ്മാനങ്ങൾ കൊടുക്കുവിൻ, പരസ്പരം സ്നേഹം ബന്ധം വർദ്ധിക്കുക. അത് പൊതുജനങ്ങൾ പൊതുവെ പാലിക്കണവരെ. ആദ്യം വീട്ടിലാണ്, മനസ്സിലായില്ലേ? ഇടക്കിടക്ക് നമ്മൾ ചോദിക്കുന്നത് മാത്രമല്ല വാങ്ങിക്കൊടുക്കേണ്ടത്. നമ്മുടെ ഭാര്യയുടെ ആവശ്യങ്ങളൊക്കെ ഇത്രയും കാലമായിട്ട് നമ്മൾ അറിഞ്ഞു കഴിഞ്ഞ കാര്യമല്ലേ. അവൾക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഒരു സംഗതി ഇടയ്ക്ക് അവൾ പറയാതെ നമ്മൾ എന്ത് ചെയ്യണം? കൊണ്ടുപോയി കൊടുക്കണം. ഭാര്യയ്ക്ക് എന്തെങ്കിലും ഭാര്യ എന്ത് ചെയ്യണം? ഭർത്താവിനോട് പറയാതെ അദ്ദേഹം ആവശ്യപ്പെടാൻ നല്ലൊരു വിഭവമൊക്കെ വീട്ടിലുണ്ടാക്കി കൊടുക്കണം. സ്പെഷ്യലായിട്ടൊക്കെ ഇടയ്ക്ക് ചോദിക്കുന്നത് മാത്രം ഉണ്ടാക്കി കൊടുക്കല്ല. അങ്ങനെ ഇടയ്ക്ക് അപ്രതീക്ഷിതമായി സമ്മാനങ്ങൾ കൊടുക്കണം. വാപ്പാരുമാരും മക്കൾക്ക് കൊടുക്കണം. മക്കൾ മുതിർന്നാൽ വാപ്പാർക്കുമാർക്കും എന്ത് ചെയ്യണം? അവരെ സന്തോഷിപ്പിക്കുന്ന വിധത്തിൽ ഹലാലായ വല്ല കാര്യങ്ങളും ഹദിയകൾ കൈമാറണം. കുടുംബാംഗങ്ങളാണ് ഭാര്യയും ഭർത്താവും പരസ്പരം സമ്മാനങ്ങൾ കൈമാറണം. എൻ്റെ ഭാര്യക്ക് പിന്നെ ചോക്ലേറ്റ് ഒന്നും വാങ്ങി കൊടുക്കാൻ പറ്റില്ല, കുട്ടിയൊക്കെ മാത്രമേ പറ്റുള്ളൂ. എന്താ സുഖം? പറ്റും. അപ്പം എന്ത് ചെയ്യണം? നമ്മൾ നമ്മുടെ ഭാര്യമാർക്കൊക്കെ ഇടക്ക് പോക്കറ്റിലൊരു ചോക്ലേറ്റ് ഒക്കെ ഇട്ടണം വീട്ടിൽ കയറി പോകാൻ. കുട്ടികൾക്ക് മാത്രം കൊടുക്കേണ്ട സാധനമല്ല, ഭാര്യക്കൊന്നും പറ്റൂല എന്നല്ല. അവരും മധുരങ്ങളൊക്കെ അവർ കുട്ടിക്ക് കൊടുക്കുകയാണെങ്കിൽ കൊടുത്തോട്ടെ. അപ്പോൾ അതൊക്കെ എന്താണ്? നമ്മുടെ ബാധ്യതയാണ്, അത് മര്യാദയാണ്. നമ്മൾ കുടുംബത്തിലെ വ്യക്തികൾ അൽഹിദാഉ മിൻ ബഅദി അഫ്റാദിൽ ഉസ്റത്തിൽ ബഅദിൽ നിന്ന് കുടുംബത്തിലെ വ്യക്തികൾ പരസ്പരം സമ്മാനങ്ങൾ, മക്കൾക്ക് സമ്മാനം കൊടുക്കണം. ഓരോ ആവശ്യം കണ്ടറിഞ്ഞ് അവർ സമ്മാനം ചോദിക്കേണ്ടി വരരുത്, മനസ്സിലായില്ലേ? ഇത് പരീക്ഷ 10ാം ക്ലാസ് പാസ്സാവും മാത്രം ഒരു വാച്ച് വാങ്ങിക്കൊടുക്കുക, അത് മാത്രമല്ല നമ്മൾ ചെയ്യേണ്ടത്. വേറെ വല്ല പാസ്സായാലും ഒരു ഫോൺ വാങ്ങിക്കൊടുക്കാം, അതിനെ ഇഷ്ടമല്ലാണ്ട് കൊടുക്കും ചെയ്യാം. ചോദിച്ച് ശല്യപ്പെടുത്തി അങ്ങനെയൊക്കെ കൊടുക്കുന്ന സമ്മാനം അപ്പം നമ്മുടെ നാട്ടിൽ അതല്ല. സന്തോഷത്തോടെ കൊടുക്കുക, സന്തോഷത്തോടെ വാങ്ങുക, മനസ്സിലായില്ലേ? ഓം വിചാരിക്കേണ്ട വാപ്പയ്ക്കുന്ന ഒരു ഐഫോൺ വാങ്ങിച്ചിരുന്നു. അപ്പം ഞാൻ പറഞ്ഞിരുന്നത് അങ്ങനല്ല. നമ്മൾ എന്ത് ചെയ്യണം? അവർക്ക് യോജിച്ചതും ഇടക്ക് എത്ര ചെറുതുമാകാം, വളരെ നിസ്സാരം, മനസ്സിലായില്ലേ? ഒരു 10 രൂപേൻ്റെ കടലയാവാം. അപ്പം നമ്മൾ സന്തോഷത്തോടു കൂടി എന്ത് ചെയ്യണം? വസ്തുക്കൾ ഇടക്ക് കൈമാറി. ഇതൊക്കെ എൻ്റെ വീട്ടിൽ ഞാനല്ലേ എല്ലാം കൊടുക്കുന്നത്, ഇനി പ്രത്യേകിച്ചൊന്നും കൊടുക്കാനുണ്ടോ എന്ന് ചോദിക്കേണ്ട ആവശ്യമല്ല. ഇവർക്ക് വേണ്ടി എല്ലാ പൈസയും ഞാൻ ചെലവാക്കുന്നവരാണ്. നമ്മൾ ഈ സന്തോഷം നൽകുന്നത് ചിലപ്പോൾ ചെറിയ ചെറിയ സമ്മാനങ്ങളായിരിക്കും. ഒരു മാല വാങ്ങിച്ചു കൊടുക്കുക, സ്വർണത്തിന് മാലന്നെ വേണമെന്നില്ല, മനസ്സിലായില്ലേ? മോതിരം വാങ്ങിച്ചു കൊടുക്കുക, ഉള്ളതൊന്ന് മാറ്റി കൊടുക്കുക. അതിന് അവർ പിന്നെ കേണാപേക്ഷിക്കാൻ കാത്തിരിക്കേണ്ട. നമുക്കറിയാം ഓരോ ആവശ്യങ്ങൾ നമ്മൾ ഏതായാലും ചെയ്തു കൊടുക്കണം. അപ്പോൾ അത് നമ്മൾ മുൻകൂട്ടി ചെയ്താൽ അതിന് വേറെയും ഊഷ്മളമായ ബന്ധങ്ങൾ നിലനിർത്താനുള്ള ഒരു സാധ്യതയുണ്ട്. അതുകൂടി ശ്രദ്ധിക്കുക. ഞാൻ അവസാനത്തിലേക്ക് വരികയാണ്. 10ാമതായിട്ട് എനിക്ക് പറയാനുള്ള കാര്യം, നമ്മൾ കുടുംബങ്ങളിൽ ദൗറകൾ നടക്കണം. ഉസ്താദുമാർ മാത്രം ഇങ്ങനെ മാസ്റ്റർ ഒരു ദൗറ കൂടിയാൽ പോരാ. വീട്ടിലുള്ളവരിടക്ക് വീട്ടിലെ കാര്യങ്ങൾ ചർച്ച ചെയ്യണമെന്ന ലക്ഷ്യത്തിൽ തന്നെ കുറച്ച് മണിക്കൂറുകൾ ചെലവാക്കണം. ഒരു ഉച്ച മുതൽ വൈകുന്നേരം വരെ, അല്ലെങ്കിൽ ഒരു ഇശ കഴിഞ്ഞിട്ട് ഒരു 10 മണി വരെ, അല്ലെങ്കിൽ ഒരു ഒഴിവ് ദിവസം നമ്മളൊന്ന് ഒരുമിച്ചിരിക്കുക എന്നല്ല, വെറുതെ അങ്ങനെ ഇരിക്കുക. വാപ്പയമ്മയൊക്കെ ഒരുമിച്ചിരുന്ന് അങ്ങനെ വർത്താനം പറയാം. ആവശ്യങ്ങൾ പരസ്പരം നമ്മൾ നടന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളൊക്കെ ഒന്ന് പങ്കുവെക്കുക. അടുത്ത കുട്ടികളൊക്കെ ഒന്ന് ഖുർആൻ ഓതുക, ഒരു പാട്ടൊക്കെ പാടുക. അപ്പയമ്മയും മക്കളും മാത്രമല്ലേ, അല്ലാതെ ഇങ്ങനെ വാട്സാപ്പ് ഗ്രൂപ്പിൽ ക്ഷണിക്കേണ്ടിയുണ്ടോ നമ്മൾ പരിപാടികളൊക്കെ നടത്താൻ? സ്വന്തം വീട്ടിൽ. അപ്പം സ്വന്തം വീട്ടിലുള്ള ആളുകൾ അവർ ഒരുപാട് ഗുണങ്ങൾ അതിലുണ്ട്. ഒന്ന് അവരുടെ ഉള്ളിലുള്ള പ്രതിഭകളൊക്കെ നമുക്ക് ഹലാലായ രൂപത്തിൽ എന്ത് ചെയ്യും? പുറത്തു വരും. 2 കുടുംബങ്ങൾ തന്നെ ആകുമ്പോൾ ഹറാമിൻ്റെ വിഷയമൊന്നുമില്ല, അത് കേൾക്കാൻ പാടില്ല, ഇവർ സംസാരിക്കുന്ന അവർ കേട്ടുകൂടാവുന്ന പ്രശ്നം അവിടെ വരുന്നില്ല. അപ്പം നമ്മൾ ഒരുമിച്ചിരിക്കുകയും ഇടക്ക് ദൗറകൾ കൂടി വീട്ടിലുള്ളവർ ഒരുമിച്ചിരുന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പല ഗൗരവമുള്ള വിഷയങ്ങൾ ഇരുത്തിയിട്ട് സംസാരിക്കും. വീട്ടിലുള്ളവർ ഒരുമിച്ചിരുത്തിയിട്ട് നബി ചിലപ്പോൾ എല്ലാ ഭാര്യമാരെയും ഒരുമിച്ചിരുത്തി പല വിഷയങ്ങളും ഗൗരവത്തോടെ സംഭാഷണം നടത്തിയത് ധാരാളമായിട്ട് കാണാൻ സാധിക്കും. അപ്പോൾ നമ്മൾ
വർഷങ്ങൾ കഴിഞ്ഞിട്ട് എന്തെങ്കിലും ഒരു കാര്യം മര്യാദക്ക് കൂടി ആലോചിച്ചിട്ടുണ്ട്. എന്തെങ്കിലും ഒന്ന് എപ്പോഴെങ്കിലും പറയും, ഞാനാണ് വാപ്പ, ഞാനാണ് തീരുമാനിക്കും. ചിലപ്പോൾ ഒരു കുട്ടി പറയുന്ന അഭിപ്രായമായിരിക്കും നമുക്ക് ഏറ്റവും മികച്ചതായിട്ട് വരിക. നമ്മൾ കേൾക്കണം. എല്ലാവരും കേൾക്കുമ്പോൾ അള്ളാഹു തന്നെ നമുക്ക് അതിൽ എന്ത് ചെയ്യും, ഒരു മികച്ചത് തിരഞ്ഞെടുക്കാനുള്ള ഒരു തൗഫീഖ് ഉണ്ടാവും. അപ്പോൾ നമ്മൾ കൂടിയാലോചനകൾ, ശൂറകൾ വീട്ടിലുണ്ടാവണം. മനസ്സിലായില്ലേ? അത് വളരെ സീരിയസ് ആയിട്ടില്ല. ഇപ്പം എന്താണെങ്കിലും ഇപ്പോൾ രാവിലെ ഉമ്മക്ക് ചോദിക്കാം, എന്താണെന്ന് നമുക്ക് വെള്ളപ്പം പോരെയെന്ന് രാവിലെ ചോദിക്കല് ശൂറയാണ്, അല്ലെങ്കിൽ ചപ്പാത്തി വേണോ? പലരും പല അഭിപ്രായം പറഞ്ഞാൽ നിങ്ങൾ ഓരോരുത്തരും ഓരോന്നാണ് ഞാൻ എന്ത് ചെയ്യും എന്നല്ല. ആ അഭിപ്രായങ്ങളൊക്കെ കേട്ടുന്ന ഇന്നൊന്നും നാളെ മറ്റോ പറഞ്ഞതോ ആക്കാം എന്ന് പറഞ്ഞിട്ട് അതിനെ മാനേജ് ചെയ്യാനും കൂടി നമ്മൾ എന്ത് ചെയ്യണം, പഠിക്കണം. എല്ലാവരുടെ ആവശ്യങ്ങളും ഒരുവിധം നടക്കുന്ന രൂപത്തിൽ അഭിപ്രായങ്ങൾ കൈമാറണം, അഭിപ്രായങ്ങൾ ചോദിക്കണം. ഞാനാണ് ചെയ്യുന്നതെങ്കിൽ ഞാൻ അഭിപ്രായങ്ങൾ ചോദിക്കണം, മറ്റൊരാളാണ് ചെയ്യുന്നത് തിരിച്ചും എന്ത് ചെയ്യണം, ചോദിക്കണം. അങ്ങനെ അഭിപ്രായങ്ങൾ പരസ്പരം കൈമാറണം. അതിന് പറ്റിയ ഒരു സമയമൊക്കെ നമ്മൾ കണ്ടെത്തണം എന്നുള്ളതാണ്. പിന്നെ നമ്മൾ ചെയ്യേണ്ടത് എന്താണ്, നല്ല പ്രവർത്തനങ്ങൾ ഉണ്ടാകുമ്പോൾ ഭാര്യയാണെങ്കിലും ഭർത്താവാണെങ്കിലും മക്കളാണെങ്കിലും അവരിൽ മികച്ച എന്തെങ്കിലും ഒരു സംഗതി, നാട്ടുകാരൊക്കെ അവരെ പ്രശംസിച്ചിട്ടുണ്ടാവും, നമ്മളാണ് ആദ്യം അവരെക്കുറിച്ച് നല്ലത് പറയേണ്ടത്. അവർക്കുണ്ടാകുന്ന ഒരു നന്മയിൽ സന്തോഷിക്കേണ്ടതും കൗതുകം കൊള്ളേണ്ടതും നമ്മളാണ്. അത് നമ്മുടെ സംഭാഷണങ്ങൾ നമ്മൾ വ്യക്തമാക്കണം. മോനെ മാഷാ അല്ലാ നീ നല്ല മാർക്ക് വായിച്ചു, നന്നായിട്ടുണ്ട്, എൻ്റെ പാചകം വളരെ നന്നായിട്ടുണ്ട്, ഭംഗിയായിട്ടുണ്ട് എന്നൊക്കെ നമ്മളിങ്ങനെ പറയുകയും അങ്ങനെ പരസ്പരം നമ്മൾ എന്ത് ചെയ്യണം, പ്രശംസിക്കണം. വെറുതെ പ്രശംസിക്കില്ല, അതൊക്കെ ആളുകൾക്ക് മനസ്സിലാവും. വെറുതെ പ്രശംസിക്കുന്നത് ഉള്ളത് പറയുന്നതൊക്കെ തിരിച്ചറിയാനുള്ള ബുദ്ധിയൊക്കെ എല്ലാവർക്കും ഉണ്ട്. നമ്മൾ ആത്മാർത്ഥമായിട്ട് തന്നെ എന്ത് ചെയ്യണം, നമ്മളാണ് ആദ്യം എടുത്തു പറയേണ്ടത്. നമ്മുടെ കുട്ടികളുടെ മികവിൽ അവരിങ്ങനെ വാപ്പ ഒരു നല്ലത് പറയാൻ കാത്തിരിക്കും, അവരുടെ മാർക്കൊക്കെ വരുന്നത്. വാപ്പകന്ത് കുട്ടിപ്പം പിന്നെ 2ാം ക്ലാസ് പഠിക്കുന്ന കുട്ടിക്ക് എല്ലാ A+ ഇട്ടാണ് വാപ്പകന്ത്. പക്ഷെ ആ കുട്ടിക്ക് അത് വലുതാണ്. ആ കുട്ടിയുടെ വലുപ്പത്തിൽ വാപ്പ അത് കാണാൻ പഠിക്കണം. മനസ്സിലായില്ലേ? എന്നും ചോറ് വെച്ചിരുന്ന ഭാര്യ ഒരു ദിവസം ഒരു മന്തി സ്വന്തമായിട്ട് ഉണ്ടാക്കി, അത് എന്നും വെക്കുന്നവൾ ഇന്നും ഇങ്ങനെ സാധനം വെച്ചെന്ന് ആദ്യമായിട്ട് വെച്ചോണ്ട് നന്നായിട്ടുമില്ല എന്നുള്ളത് ഒഴിച്ചു നിർത്തി കഴിഞ്ഞാൽ അവൾ അതിനെ പറ്റി ഒരു അഭിപ്രായം അവൾ പ്രതീക്ഷിക്കുന്നുണ്ടല്ലോ. അപ്പം എന്താണ്, അടുത്തത് നന്നാവും എന്ന് പറയാനെങ്കിൽ നമുക്ക് എന്ത് ചെയ്യണം, സാധിക്കണം. മോശമായിട്ടൊന്നുമില്ല എന്നൊക്കെ നമുക്ക് പറയാൻ കഴിയണം. പിശുക്ക്, ആവശ്യമുള്ളത് പറയുന്നിടത്ത് പിശുക്കും അനാവശ്യമായത് പറയുന്നിടത്ത് ധാരാളിത്തവുമാണ് ഇന്ന് വീടുകളിലുള്ളത്. അത് മാറ്റണം. ആവശ്യമുള്ളതിൽ പറയുന്നത് ധാരാളിത്തവും ആവശ്യമില്ലാത്തതിൽ പിശുക്കും കാണിക്കുന്ന ഒരവസ്ഥയിലേക്ക് നമ്മുടെ നാവുകളെ നമ്മൾ നിയന്ത്രിക്കുക എന്നുള്ളതാണ്. ഞാൻ ഏറ്റവും അവസാനമായി പറയുന്നത്, ആദ്യം പറയേണ്ട ഒരു വിഷയമാണ്. എന്താണെന്ന് വെച്ചാൽ സലാം പറയണം. ഞാൻ ആദ്യം പറയേണ്ടിരുന്ന വിഷയമാണ്. ആദ്യമേ നമ്മൾ അറിഞ്ഞിരിക്കണം, ഏറ്റവും ആദ്യം സലാം പറയാം. മുസ്ലിങ്ങൾ തമ്മിലുള്ള പരസ്പരം കടമകളിൽ ഒന്നാമത്തെ കടമ എന്താണ്? ഇദാ ലഖീഹു ഫസല്ലിം അലൈഹി, സലാം പറയണം. മറ്റു ചില റിപ്പോർട്ടിൽ റദ്ദുസ്സലാം, സലാം മടക്കണം. സലാം പറയലും കടമയായി പഠിപ്പിച്ച ഹദീസുണ്ട്, സലാം മടക്കലും കടമയായി പഠിപ്പിച്ച ഹദീസുണ്ട്. അസ്സലാമു അലൈക്കും എന്ന് പറഞ്ഞാൽ വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി എന്ന് പറഞ്ഞാൽ വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇങ്ങോട്ട് പറഞ്ഞതിനേക്കാൾ കൂടുതൽ പറയാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു എന്ന് പറഞ്ഞാൽ അങ്ങനെ തന്നെ അങ്ങോട്ടും പറയാം, വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അങ്ങനെ മനസ്സറിഞ്ഞ് സലാം പറയാം. വീട്ടിലേക്ക് വരുമ്പോൾ ഭാര്യമാരോട് സലാം പറയാതെ ഓരോ വക്ത് കഴിഞ്ഞ് നിസ്കാരം കഴിഞ്ഞ് വീട്ടിലേക്ക് വരുമ്പോഴും ഓരോ ജോലി കഴിഞ്ഞ് തിരിച്ചു വരുമ്പോഴും സലാം. ഞാൻ ഇപ്പോൾ എപ്പോഴും സലാം പറയുന്നതിൻ്റെ ഭാര്യയോട് വേറെ ആരുടെ പറയാം? സലാം പറയാന്ന് പറഞ്ഞാൽ സലാം എന്നുള്ള സ്വർഗത്തിന്റെ പേരാ. നിനക്ക് സ്വർഗം കിട്ടട്ടെ എന്നായി പറയുന്ന അസ്സലാമു അലൈക്കും എന്ന് പറഞ്ഞാൽ അത് പറയാൻ തന്നെ പിശുക്കുന്നു അല്ലേ? സ്വഹാബികളൊക്കെ അങ്ങനെ ഒരു ചുമര് മാറി ഇങ്ങോട്ട് വന്നാൽ പിന്നെ അസ്സലാമു അലൈക്കും എന്ന് പറയും. ഒരു ചുമരിന്റെ മറ കഴിഞ്ഞ് എണ്ണാതിരിച്ചാൽ അസ്സലാം. അപ്പോൾ സലാം പറയുന്നതിലുള്ള പിശുക്ക് പാടില്ല എന്നത് വീട്ടിലാണ്. നമ്മൾ വീട്ടിൽ എപ്പോഴും സലാം, കാരണം ഇതിൽ വാപ്പ വരും, അല്ലെങ്കിൽ മക്കൾ വരും, അല്ലെങ്കിൽ ഭാര്യ, ആളുകൾ ഇങ്ങനെ വന്നുകൊണ്ടേ നിൽക്കല്ലേ പല വഴിക്കും. ഇഷ്ടംപോലെ സലാം വീട്ടിലുണ്ടാവും. മനസ്സിലായില്ലേ? അപ്പോൾ ആ സലാം പറയുമ്പോൾ മലക്കുകളും സലാം മടക്കും, നമുക്ക് ആ സലാമും കിട്ടും. അതുകൊണ്ട് അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി എന്നുള്ളത് മനസ്സറിഞ്ഞ് നമ്മൾ പുലർത്തേണ്ടതുണ്ട്, പാലിക്കേണ്ടതുണ്ട് എന്നുള്ളതാണ് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം. പിന്നെ വാപ്പാൻ്റെ ഉമ്മാൻ്റെ റൂമിലേക്കൊക്കെ കയറുമ്പോൾ സമ്മതം ചോദിക്കണം. പ്രത്യേകിച്ച് 3 സന്ദർഭങ്ങളിൽ കുട്ടികളാണെങ്കിൽ പോലും സമ്മതം ചോദിക്കണം. വീട്ടിൽ തന്നെ കഴിച്ചു കൂട്ടുന്ന കുട്ടികളും അതേപോലെ തന്നെ ചുറ്റിക്കറങ്ങുന്ന ആളുകളും അതേപോലെ തന്നെ ഖാദിമുകളും അവർക്ക് സമ്മതം ചോദിക്കാതെ വീട്ടിലൊക്കെ കയറാം. പക്ഷെ അവരും എന്ത് ചെയ്യണം? സുബഹിന് മുമ്പുള്ള സമയം, ഇശാഇന് ശേഷമുള്ള സമയം, ളുഹറിന് ശേഷമുള്ള സമയം, അതായത് വസ്ത്രം അഴിച്ചു വെച്ച് പിന്നെ സ്വകാര്യതയിൽ ഉള്ള സമയത്ത് വീട്ടിലേക്ക് കയറുമ്പോൾ സമ്മതം ചോദിക്കണം. ഇത് പഠിക്കണം, പഠിപ്പിക്കണം, കുട്ടികളെ പഠിപ്പിക്കണം. വാപ്പയമ്മയും തന്നെ പറഞ്ഞു കൊടുക്കേണ്ടി വരും, മക്കളെ നിങ്ങൾ ചോദിച്ചിട്ടേ കയറാം, മുട്ടിയിട്ടേ വരാവും എന്ന് നമ്മൾ പഠിപ്പിച്ച കുട്ടിക്ക് ഇന്നലെ നാളെ മനസ്സിലാവും. മനസ്സിലാകാത്ത പ്രായത്തിൽ അത് പറഞ്ഞാലും ഒരിക്കൽ മുട്ടി വന്ന് പിന്നെയും മുട്ടാതെ വന്നാൽ ഒരു ചീത്തൊക്കെ പറയണം, അപ്പോൾ കുട്ടികൾ ശരിയാവും. അപ്പോൾ കുട്ടികളെ സമ്മതം ചോദിച്ചു വീട്ടിലേക്ക് കയറാൻ വേണ്ടി നമ്മൾ പഠിപ്പിക്കുക എന്നത് വീട്ടിൽ പാലിക്കേണ്ട ഒരു മര്യാദയാണ്.
ആ വിഷയത്തിലുള്ള ഹദീസുകളും ആയത്തുകളും ഒക്കെ നിങ്ങൾക്കറിയാം, നമ്മൾ പലപ്പോഴും ചർച്ച ചെയ്യാറുള്ള വിഷയങ്ങളാണ്. അതേപോലെ തന്നെ നമ്മൾ പതിവായി പരസ്പരം പ്രാർത്ഥിക്കണം. അപ്പാക്കും ഉമ്മാക്കും വേണ്ടി പ്രാർത്ഥിക്കണം. റബ്ബി ഗുഫിർലി വലിവാലിദയ്യ വറഹംഹുമാ കമാ റബ്ബയാനി സഗീറ. പിന്നെ മലയാളത്തിലും പ്രാർത്ഥിക്കാം, നമ്മുടെ ഭാഷയിലും പ്രാർത്ഥിക്കാം. ഭാര്യമാർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം, ഭർത്താക്കന്മാർക്ക് മാത്രം വേണ്ടി പ്രാർത്ഥിക്കണം. റബ്ബനാ ഹബ് ലനാ മിൻ അസ്വാജിനാ വദുർരിയതിനാ ഖുറത അയ്യുൻ വജഅൽനാ ലിൽ മുത്തഖീന ഇമാമ. മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. അല്ലാഹുമ്മ അസ്ലിഹ് ലി ഫീ ദുർരിയതി. ഖുർആനിലുണ്ട്. ജനിക്കാനിരിക്കുന്ന മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. റബ്ബി ഹബ്ലി മിനസ് സാലിഹീൻ, അല്ല റബ്ബി ഹബ്ലി മിൻ ലദുൻക ദുർരിയതൻ ത്വയ്യിബ. പ്രാർത്ഥനകൾ പരസ്പരം മനസ്സറിഞ്ഞ്. നമ്മൾ എന്നാണ് നമ്മുടെ ഭാര്യയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ചത്? അതാലോചിച്ചാൽ മതി. എന്നും പ്രാർത്ഥിക്കണം. ഓരോ പ്രത്യേകിച്ചും ബാങ്ക് ഇഖാമത്തിനിടയിൽ, ബാങ്ക് കൊടുത്ത് ഇഖാമത്തിന് കാത്തിരിക്കുന്ന സമയം പ്രാർത്ഥനയ്ക്ക് ഏറ്റവും ഉത്തരം കിട്ടുന്നത് സുബഹിന് മുമ്പുള്ള സമയം. അള്ളാഹു ഒന്നാം ആകാശത്തേക്ക് ഇറങ്ങി വന്ന് ആരാ പ്രാർത്ഥിക്കാനുള്ളത് ചോദിക്കുന്ന സമയം. നമ്മുടെ ഭാര്യമാർക്ക് വേണ്ടി, ഭാര്യമാർ ഭർത്താക്കന്മാർക്ക് വേണ്ടി, മക്കൾക്ക് വേണ്ടി, ഉമ്മാക്ക് വേണ്ടി, ഉപ്പാക്ക് വേണ്ടി, പാരത്രികവും ദുനിയവിയുമായ ആവശ്യങ്ങൾക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കണം. നമ്മുടെ സ്വന്തം കാര്യങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നത് പോലെ നമ്മുടെ കുടുംബാംഗങ്ങൾ പരസ്പരം പ്രാർത്ഥിക്കണം. അതുപോലെ നമ്മൾ എന്ത് ചെയ്യണം? അവർക്കൊരു ഹൈറുണ്ടായാൽ ബാറക്കല്ലാഹു ഫീക്ക് എന്ന് പറയണം. ബർക്കത്തിന് വേണ്ടി പ്രാർത്ഥിക്കണം, പരസ്യമായി തന്നെ പ്രശംസിക്കണം എന്ന് പറഞ്ഞതുപോലെ തന്നെ ഇത്തരം കാര്യങ്ങളൊക്കെ നമ്മൾ എന്ത് ചെയ്യണം? ചെയ്യേണ്ട ഒരു കാര്യമാണ്. പിന്നെ അതേപോലെ തന്നെ ന്യൂനതകളെ നമ്മൾ അവഗണിക്കണം, തിന്മകളെ നമ്മൾ തിരുത്തണം. മാപ്പ് കൊടുക്കാം, വിശാലതയും വിട്ടുവീഴ്ചയൊക്കെ കാണിക്കാം, ഉപദേശിക്കുന്നത് ഉപദേശിക്കാം. പക്ഷേ മനുഷ്യർക്ക് സ്വാഭാവികമായി സംഭവിക്കുന്ന ചില വീഴ്ച കണ്ടില്ലാന്ന് നോക്കുക. കണ്ടില്ലാന്ന് വെക്കേണ്ട കാര്യങ്ങൾ കാണലാണ് ചിലരുടെ യോഗ്യത. ഞാനത് കാണും, ഞാൻ കണ്ടില്ലാന്ന് വിചാരിക്കേണ്ട. ആ നിലക്ക് ചെറിയ ചെറിയ സംഗതികളൊക്കെ ഇങ്ങനെ പിടിക്കും. നമ്മളത് കണ്ടുകൊണ്ടേയിരിക്കുന്നതാണല്ലോ. ഒരു സീരിയസ് ആയ വിഷയങ്ങളൊന്നും അല്ലെങ്കിൽ ദീനിനെ ബാധിക്കുന്ന കാര്യങ്ങളൊന്നും അല്ലെങ്കിൽ ചെറിയ ചെറിയ ന്യൂനതകളൊക്കെ നിങ്ങൾ കണ്ടാലും വിട്ടുകളയുക. ഫല്യഅഫു വല്യസ്ഫഹു വല്യഗ്ഫിറു. വിശാലത കാണിക്കുക, വിട്ടുവീഴ്ച ചെയ്യുക, മാപ്പ് നൽകുക. ഈ 3 കാര്യങ്ങൾ. വിശാലത കാണിക്കുക എന്ന് പറഞ്ഞാൽ നമ്മൾ കണ്ടില്ലെന്ന് നടിക്കലാണ്. പോട്ടെ, വേറൊരു കുടുംബത്തിൽ വന്ന ആളല്ലേ, അവരുടേതായ പ്രകൃതങ്ങളുണ്ടാവും, അത് നമ്മൾ വിട്ടുകളെ. അതിന് ഈ പറഞ്ഞ് തിരുത്താൻ കഴിയാത്ത കാര്യങ്ങളാണ്. എന്നാൽ തിന്മയൊന്നുമല്ല, ഒരാളെ പ്രകൃതം. നമുക്ക് ചിലപ്പോൾ ഭാര്യയുടെ ചില പ്രകൃതം ചില ഭർത്താക്കന്മാർക്ക് ഇഷ്ടപ്പെടും, ചിലത് ഭർത്താക്കന്മാർ ചില ദിവസം രണ്ട് കുടുംബം, 2 വ്യക്തിത്വം. അത് നമ്മൾ അതിനോട് സഹകരിക്കാൻ പഠിക്കുക. തിന്മയോ മറ്റോ ആയി മാറുമ്പം അത് തിരുത്താനുള്ള വഴികൾ ആലോചിക്കാന്നല്ലാതെ ബാക്കി പ്രകൃതത്തിലുള്ളത്, പ്രത്യേകിച്ചും ഭാര്യമാരുടെ വളവ് നൂർത്താൻ ഒരിക്കലും എന്ത് ചെയ്യരുത്, ശ്രമിക്കരുത്. പൊട്ടിപ്പോകും, അതായത് തലാഖിലേക്ക് എത്തിപ്പോകും എന്ന് വരെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം താക്കീത് ചെയ്തിട്ടുള്ളതാണ്. അതുകൊണ്ട് നമ്മൾ ഫല്യഅഫു വല്യസ്ഫഹു വല്യഗ്ഫിറു, ഈ 3 കാര്യങ്ങൾ കുടുംബജീവിതം ഭദ്രമായി നിൽക്കാൻ നമ്മൾ കാത്തു സൂക്ഷിക്കേണ്ട അടിസ്ഥാനങ്ങളാണ്. അഫ്വ് എന്ന് പറഞ്ഞാൽ വിട്ടുവീഴ്ച, മനസ്സിലായില്ലേ? അതുപോലെ മാപ്പ് കൊടുക്കുക, ഗുഫ്രാൻ. യസ്ഫഹു എന്ന് പറഞ്ഞാൽ വിശാലത കാണിക്കുക. തെറ്റ് ചെയ്താൽ മാപ്പ് കൊടുക്കുക, അബദ്ധം സംഭവിച്ചാൽ വിട്ടുവീഴ്ച ചെയ്യുക. അതൊന്നും അല്ലാതെ പ്രകൃതത്തിൽ വരുന്ന ന്യൂനതകളാണെങ്കിൽ വിശാലത കാണിച്ചേക്കുക. ഈ വിശാലത, വിട്ടുവീഴ്ച, മാപ്പ്, ഈ 3 ഗുണങ്ങൾ കുടുംബാംഗങ്ങൾ പരസ്പരം പുലർത്തുക എന്നുള്ളതാണ്. പിന്നെ ദീനിന്റെ കാര്യത്തിൽ പരസ്പരം സഹായിക്കുക. ഒന്ന് ഒരുമിച്ചിരുന്നിങ്ങനെ പഠിക്കുക. ഖുർആൻ ഓതുക. എല്ലാവരും ഖുർആൻ ഓതണം. ഖുർആൻ ഓതണം എന്ന് പറയുന്നവരായ പോരാ. മഗ്‌രിബാകുമ്പോൾ ഉമ്മാർ കൊടുക്കും, മോളെ ഖുർആൻ എടുക്കും ഓതും. ഉമ്മ ഖുർആൻ ഓതണം, വാപ്പ ഓതണം. ഓതിയിട്ടാണ് നമ്മൾ എന്ത് പറയേണ്ടത്? ഓതണം എന്ന് പറയേണ്ടത്. അപ്പം നമ്മൾ ചെയ്യാൻ പറ്റും ദിക്റുകൾ, അദ്കാർ സബാഹ്, അദ്കാർ മസാ. വീട്ടിൽ മുടങ്ങാൻ പാടില്ല. രാത്രി കിടന്നുറങ്ങുമ്പോഴുള്ള ദിക്റുകൾ അതെങ്ങനെ ചൊല്ലണം, അത് കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കണം. നമ്മളത് ശാന്തമായിരുന്ന് നിർവഹിക്കണം. ദിക്റുകൾ, ഖുർആൻ പാരായണം. അതേപോലെ തന്നെ പിണക്കങ്ങൾ ഉണ്ടാകുന്നവർക്കിടയിലുള്ള അനുരഞ്ജനം, ഇത് വളരെ ഗൗരവമുള്ള സംഗതിയാണ്. ഫാസ്ലിഹു ബൈന അഖവൈക്കും, നിങ്ങളുടെ സഹോദരങ്ങൾക്കിടയിൽ നിങ്ങൾ മസ്ലഹത്തുണ്ടാക്കണം. വീട്ടിൽ തന്നെ പിണങ്ങിയാൽ, ഇപ്പോൾ മോളും ഉമ്മയും പിണങ്ങി, ഭാര്യയും ഭർത്താവും പിണങ്ങിയാൽ മക്കൾ നന്നാക്കണം, മനസ്സിലായില്ലേ? സഹോദരൻ പണിയ ബാപ്പ ഉമ്മയുടെ വിട്ട് നന്നാക്കണം. അല്ല, അങ്ങനെ കുടുംബാംഗങ്ങൾ ആരാണോ ഇടപെടേണ്ടത്, എവിടെയെങ്കിലും പിണക്കമുണ്ടായാൽ നമുക്കിടയിൽ പിണങ്ങുന്ന ആളുകൾ അവർ പിണങ്ങിയ അങ്ങനെ നിൽക്കട്ടെ എന്ന് പറയുക അല്ല വേണ്ടത്. ആ പിണക്കങ്ങൾ പരിഹരിക്കാൻ വേണ്ടി മസ്ലഹത്ത്, ഇസ്ലാഹ് എന്നുള്ളത് വളരെ വലിയൊരു കുറ്റമാണ്. രാത്രി മുഴുവൻ നിന്ന് നിസ്കരിക്കുന്ന, പകല് നോമ്പെടുക്കുന്ന കൂലിയാണ് 2 സഹോദരങ്ങൾ തമ്മിൽ പിണങ്ങിയാൽ അവരെ ഇണക്കി ചേർക്കുന്നതിനുള്ളത് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുള്ളതാണ്. അപ്പോൾ നമ്മൾ അവസാനം എനിക്ക് ശ്രദ്ധയിൽപ്പെടുത്താനുള്ള കാര്യം അനുരഞ്ജനം. നമ്മളെന്ത് ചെയ്യണം? വഴക്കുകൾ ശരിയാക്കി പോകണം, അതിനുള്ള പരിഹാരം ഉണ്ടാക്കണം, അതിന് നമ്മൾ മുൻകൈ എടുക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല തൃപ്തിപ്പെടുന്ന ജീവിതം നയിക്കാൻ ഭർത്താവിനെ അദ്ദേഹം നോക്കുമ്പോൾ സന്തോഷിപ്പിക്കുകയും അദ്ദേഹം കൽപ്പിച്ചാൽ അനുസരിക്കുകയും അദ്ദേഹത്തിൻ്റെ അഭാവത്തിൽ അദ്ദേഹത്തിൻ്റെ സ്വത്ത് അദ്ദേഹത്തിന് ഇഷ്ടമുള്ള രീതിയിൽ കൈകാര്യം ചെയ്യുകയും ചാരിത്രം കാത്തു സൂക്ഷിക്കുകയും ചെയ്യുന്ന പത്നിമാരാകണം നമ്മുടെ വീട്ടിലുണ്ടാകേണ്ടത്.
അതേപോലെ ഭാര്യമാരെ പരസ്യമായി ശാസിക്കാത്ത, മുഖത്തടിക്കാത്ത, പരിക്കേൽപ്പിക്കും വിധം അടിക്കാത്ത, മറ്റുള്ളവരുടെ മുന്നിൽ വെച്ച് അവരെ അപമാനിക്കാത്ത, തങ്ങൾ ധരിക്കുന്ന നിലവാരത്തിലുള്ള വസ്ത്രം അവരെയും ധരിപ്പിക്കുന്ന, തങ്ങൾ ധരിക്കുന്ന നിലവാരത്തിലുള്ള ഭക്ഷണം അവർക്കും ഉറപ്പുവരുത്തുന്ന ഭർത്താക്കന്മാരായി നമ്മുടെ വീടുകൾ മാറണം. ആ മാതൃക കണ്ട് ലോകത്തുള്ള എല്ലാ മുത്തഖികൾക്കും ഇമാമായി മാതൃകയായി നിൽക്കാൻ നമുക്കും നമ്മുടെ മക്കൾക്കും സാധിക്കണം. അല്ലാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. റബ്ബന ഹബ് ലനാ മിൻ അസ്വാജിനാ വ ദുർരിയ